ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മൗര്യ ചാപ്റ്റർ കംപ്ലീറ്റ്ലി ആയിട്ട് റിവൈസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തിയറി റിവൈസ് ചെയ്യാം. ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തിയറി ഭയങ്കര വാസ്റ്റ് ആണ്. പക്ഷെ എക്സാമിലോ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് ഫിക്സ്ഡ് ഏരിയാസ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് അതിൻ്റെ ഒപ്പം തന്നെ ഓരോ ക്വസ്റ്റ്യന് പിന്നാലെയുള്ള തിയറി, ഫാക്ട്സ്, എക്സാം പാറ്റേൺ എല്ലാം കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് സബ് കോണ്ടിനെന്റൽ എംപയർ? ഇനി ഗൈസ്, ഈ സബ് കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താ? സബ് കോണ്ടിനെന്റൽ എന്ന് പറഞ്ഞ ഒരു വലിയ ഭൂപ്രദേശം ഒരു സിംഗിൾ റൂളറിന്റെ കൺട്രോളിൽ വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ മൗര്യൻ എംപയർ, ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. നോക്ക്, ആദ്യം തന്നെ മൗര്യൻ എംപയർ സോഴ്സസ്. ഹിസ്റ്ററി പഠിക്കാനായിട്ട് നമുക്ക് എവിഡൻസസ് വേണം. മൗര്യൻസിനെ പറ്റി അറിയാനായിട്ട് മെയിൻ സോഴ്സസ് എന്തൊക്കെയായിരുന്നു നമുക്ക് നോക്കാം. ആദ്യം തന്നെ വരുന്നത് കൗതല്യ അർത്ഥശാസ്ത്ര. അതിന്റെ ഓഥർ ആരായിരുന്നു? കൗതല്യയുടെ വേറെ പേരുകൾ എന്തൊക്കെയാ? ചാണക്യ അഥവാ വിഷ്ണുഗുപ്ത. എന്തൊക്കെയായിരുന്നു? കൗതല്യയുടെ വേറെ പേരുകളാണ് ചാണക്യ അഥവാ വിഷ്ണുഗുപ്ത. ഇനി ഈ കൗതല്യ ആരായിരുന്നു? കൗതല്യ എന്ന് പറയുമ്പോൾ ഒരു ചീഫ് അഡ്വൈസർ എന്ന് പറയാം, ഒരു മെന്റർ എന്ന് പറയാം. ആർക്ക്? ചന്ദ്രഗുപ്ത മൗര്യന്. ഇനി ആര് ചന്ദ്രഗുപ്ത മൗര്യൻ? ദ ഫൗണ്ടർ ഓഫ് മൗര്യ എംപയർ. ഇനി കൗതല്യയുടെ ബുക്കാണ് അർത്ഥശാസ്ത്രം. ഇനി ഈ ബുക്കിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? നോക്ക് ഗൈസ്, അർത്ഥശാസ്ത്ര എന്ന് പറയുമ്പോൾ എക്കണോമിക്സിനെ പറ്റിയുള്ള ഒരു ബുക്കല്ല. ഇതൊരു പൊളിറ്റിക്കൽ അഥവാ സ്റ്റേറ്റ് ക്രാഫ്റ്റ് ബുക്കാണ്. നോക്ക്, അർത്ഥശാസ്ത്ര ഡിസ്ക്രൈബ്സ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റേറ്റ് പോളിസീസ് ഓഫ് മൗര്യൻ എംപയർ ഡ്യൂറിങ് ചന്ദ്രഗുപ്ത മൗര്യാസ് ടൈം. ഇനി വിശാഖദത്താസ് മുദ്രരാക്ഷസ, ഇതൊരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് ഗൈസ്. ഈ ബുക്കിൻ്റെ അകത്ത് ചന്ദ്രഗുപ്ത മൗര്യ പവറിൽ വന്നത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ്. നമുക്കറിയാമല്ലേ, നന്ദ ഡൈനസ്റ്റിനെ തോൽപ്പിച്ച് മൗര്യ ഡൈനസ്റ്റി വന്നത്, അതിനെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണിത്. ഇനി അതിനുശേഷം ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ, ജാതക ടേൽസ് പറയാം, ദീപവംശ, ദിവ്യാനന്ദ. ഇനി അടുത്ത് ഇന്ത്യക്ക ഇറ്റ് ഈസ് റിട്ടൺ ബൈ മെഗസ്തനീസ്. ഇനി ഗൈസ്, മൗര്യൻ ഡൈനാസ്റ്റിയിലെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഇസ് ചന്ദ്രഗുപ്ത മൗര്യ. ഇനി ഇയർ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി? ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, ചന്ദ്രഗുപ്ത മൗര്യ ആണ് ആൻസർ. ഹി വാസ് എ ഫൗണ്ടർ ഓഫ് മൗര്യൻ ഡൈനാസ്റ്റി. ഓക്കെ, ഇനി ആൻഡ് ഹി അസെൻഡഡ് ദ ത്രോൺ ബൈ ഡിഫീറ്റിംഗ് ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി. ആരായിരുന്നു? ധനനന്ദ. ഇവിടെ നിന്നും ചോദ്യം വരാറുണ്ട്, ധനനന്ദ എന്നാണ് ആൻസർ. ഇനി ആരുടെ സഹായത്തോടെയാണ് തോൽപ്പിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ഇസ് കൗതല്യ അഥവാ ചാണക്യ അഥവാ വിഷ്ണുഗുപ്തൻ. ഇനി ഏത് വർഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 322 BCE. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രഗുപ്ത മൗര്യന്റെ ക്യാപിറ്റൽ എവിടെയായിരുന്നു എന്ന്? ആൻസർ ഇസ് പാട്ലിപുത്ര എന്ന് പറയുമ്പോൾ പ്രസന്റ് ഡേ ബീഹാറിലുള്ള പട്ന. ഓക്കെ, ഇനി ഓപ്ഷൻ എലിമിനേഷൻ എങ്ങനെ വർക്ക് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. നമുക്ക് നല്ലന്ദ എന്ന് പറയുമ്പോൾ ഒരു ഫേമസ് ആൻഷ്യന്റ് യൂണിവേഴ്സിറ്റി ആണ്, ക്യാപിറ്റൽ അല്ല. ഓക്കെ, ഇനി മഗധയോ? അതൊരു കിങ്ഡം ആയിരുന്നു, അത് ക്യാപിറ്റൽ ആയിരുന്നില്ല. ഒരു റീജിയൻ, കിങ്ഡം ആണ് മഗധ. അതൊരു വലിയ മഹാജനപദയായിരുന്നു. ഓക്കെ, പിന്നെ വൈശാലി അല്ല. വാജി എവിടെ ക്യാപിറ്റൽ ആയിരുന്നു? വൈശാലി. വിച്ച് റൂളർ സക്സീഡഡ് ചന്ദ്രഗുപ്ത മൗര്യ ഇൻ 297 BCE? ഓക്കെ, നമുക്ക് തിയറി ചെയ്യാൻ പഠിക്കാം. നമുക്ക് ടൈം പീരീഡ് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടാ, 322 BCE ടു 298 BCE. ഇനി ചന്ദ്രഗുപ്ത മൗര്യയുടെ മകൻ ആരാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ബിന്ദുസാരയാണ് ആൻസർ. ബിന്ദുസാര. നോ ഗൈസ്, മൗര്യ ഡൈനാസ്റ്റിയുടെ ഒരു ഓർഡർ, ചന്ദ്രഗുപ്ത മൗര്യ, അത് കഴിഞ്ഞിട്ട് ബിന്ദുസാര, അത് കഴിഞ്ഞിട്ട് അശോക. ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിച്ചത് 322 BCE ടു 298 BCE. 322 ടു 298 BCE വരെ ഭരിച്ചതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ബിന്ദുസാര എന്ന് പറയുമ്പോൾ 297 BCE ടു 273 BC. ബിന്ദുസാരയുടെ അച്ഛൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യ. അമ്മ ആരാ വെച്ചിട്ടുണ്ടെങ്കിൽ ദുർധര. ഹി ഈസ് ഓൾസോ നോൺ എസ് അമിത്രോകേറ്റ്സ് ബൈ ദ ഗ്രീക്ക്. അതിന്റെ അർത്ഥം എന്താ? ഡിസ്ട്രോയർ ഓഫ് എനിമീസ്. എന്തായിരുന്നു അറിയപ്പെടാ? അമിത്രോകേറ്റ്സ് എന്ന്. അർത്ഥം എന്തായാലും ഡിസ്ട്രോയർ ഓഫ് എനിമീസ്. നോക്കൂ ഗൈസ്, ഈ ഡൈനാസ്റ്റിയിലെ 3 ആൾക്കാർ,
വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 ആൾക്കാർ 3 ഡിഫറെൻറ്റ് റിലീജിയൻ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യ പ്രാക്ടീസ് ജൈനിസം, ബിന്ദുസാര ഫോളോ ചെയ്ത് അജീവികാസ്, ഇനി അശോക ചക്രവർത്തി ഫോളോ ചെയ്ത് ബുദ്ധിസം. Which ruler succeeded Chandragupta Maurya in 297 BCE? Answer is Bindusara. ഇനി ഓപ്ഷൻ എലിമിനേഷൻ പറഞ്ഞുതരാം. കുമാരഗുപ്ത, ഒരു ഗുപ്ത പേരിലല്ല, ഗുപ്ത ഡൈനാസ്റ്റിയിൽ ഒരു റൂറർ ആയിരുന്നു. മൗര്യ അല്ല കേട്ടോ, ഗുപ്ത ഡൈനാസ്റ്റിയിൽ. ഹി വാസ് വൺ ഓഫ് ദ റൂറർ ഓഫ് ഗുപ്ത ഡൈനാസ്റ്റി. ഇനി അശോകൻ ബിന്ദുസാരയുടെ അച്ഛൻ. അപ്പൊ ഗുപ്ത ഡൈനാസ്റ്റിയില, മൗര്യ ഡൈനാസ്റ്റിയിലല്ല. ഓക്കെ, അപ്പൊ അത് വെട്ടിക്കളയാം. ഇനി അശോക, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്ദുസാര കഴിഞ്ഞിട്ട് വന്നതാണ് അശോക. ടൈം പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് 322 BC ടു 298 BC. ഇതുവരെ ഭരിച്ചാണ് ചന്ദ്രഗുപ്ത മൗര്യ. അതിനുശേഷം ബിന്ദുസാര വന്നത് 297 BC ടു 273 BC. ഇത് ബിന്ദുസാരയുടെ കാലഘട്ടം. ഇനി അത് കഴിഞ്ഞിട്ട് വന്നാണ് അശോക ചക്രവർത്തി ഭരിച്ചത് 268 BC ടു 232 BC. ഓക്കെ, അപ്പോൾ അശോകനല്ല. കനിഷ്കനുമല്ല. കനിഷ്ക എന്ന് പറഞ്ഞാൽ നമ്മൾ മൗര്യൻ എംപയറിൽ കനിഷ്കനെ പറ്റി പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അതുമല്ല. ഇനി ബിന്ദുസാരനെ പറ്റി ഓർത്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് അയാളുടെ വർഷം, ദാറ്റ് ഈസ് 297 BC ടു 273 BC. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഗ്രീക്കുകാരെ അദ്ദേഹത്തിനെ വിളിച്ചത് അമിത്രോകേറ്റ്സ് എന്നാണ്, അമിത്രോകേറ്റ്സ്. നാലാമത്തെ കാര്യം, അയാൾ ഫോളോ ചെയ്ത റിലീജിയൻ ദാറ്റ് ഈസ് അജീവികാസ്. ഇനി നോക്ക്, ഹീ ഈസ് നോൺ ഫോർ കോൺകറിങ് ദ ലാൻഡ് ബിറ്റ്വീൻ ടു സീസ്. ഓക്കെ, ഈ രണ്ട് ലാൻഡ്. ഹി വാസ് വിസിറ്റഡ് ബൈ ഗ്രീക്ക് അംബാസിഡർ ഡെയ്മാച്ചസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു അശോക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ മൗര്യൻ പില്ലർ ക്യാപിറ്റൽ ഫൗണ്ട് അറ്റ് ഡാഷ് ഈസ് പോപ്പുലർലി നോൺ എസ് ലയൺ ക്യാപിറ്റൽ. ഗൈസ്, നമ്മുടെ നാഷണൽ എംബ്ലമായി കണക്ട് ചെയ്യൂ ഗൈസ്. ആൻസർ ഈസ് സാരനാഥ്. നോക്ക്, ലയൺ ക്യാപിറ്റലിൽ ഇറ്റ് ഈസ് ഡിക്ലെയർഡ് ആസ് നാഷണൽ എംബ്ലം ഓൺ എത്രാം തീയതി ആയിരുന്നു? 26 ജാനുവരി. വർഷമായിരുന്നു 1950. നോക്ക്, അശോക പില്ലർ സാരനാഥ്, ഡേറ്റ് തെറ്റാണ്, 26th ആണ്. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ആസ് ദ നാഷണൽ എംബ്ലം ഓൺ 26 ജാനുവരി 1950 ആൻഡ് ഇറ്റ് ഷോസ് ധമ പരിവർത്തൻ ഓഫ് അശോക ചക്രവർത്തി. വർഷം നോക്ക്, 268 BC ടു 232 BC. അശോക അസെൻഡഡ് ദ ത്രോൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ്, ആരുടെ ഹെൽപ്പോടെ? രാധാഗുപ്ത ആയിരുന്നു, ഒരു മിനിസ്റ്റർ ആയിരുന്നു. ഹി ഫോർട്ട് കലിംഗ വാർ ഇൻ 261 BCE. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 8 years ആഫ്റ്റർ ഹിസ് കോറോണേഷൻ, 8 വർഷത്തിന് ശേഷം ഡാറ്റ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര വർഷത്തിന് ശേഷമാണ് യുദ്ധം എന്ന് വെച്ചാൽ 8 വർഷം. ഹി റീപ്ലേസ് ബെരിഘോഷ എന്ന് വെച്ചാൽ ഫിസിക്കൽ കോൺകസ്റ്റ്. എന്തായിട്ട് റീപ്ലേസ് ചെയ്തു? ദമഘോഷയായിട്ട് റീപ്ലേസ് ചെയ്തു. ദമഘോഷ എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കോൺകസ്റ്റ് ആഫ്റ്റർ ദ കലിംഗ വാർ. ഇനി നമ്മുടെ നാഷണൽ എംബ്ലത്തിലുള്ള ആനിമൽസ് ഏതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ലയൺ, ഓക്കെ, എലിഫന്റ്, ഹോഴ്സ്, ബുൾ. Who among the following was the first Mauryan empire who tried to spread his message to the people through inscriptions? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം ഞാൻ ജെൻസി സ്ലാങ്ങിൽ പറഞ്ഞുതരാം. നോക്ക്, യുദ്ധം നടന്നു, ഭയങ്കര ഡിസ്ട്രക്ഷൻ നടന്നു. ഞാൻ പറഞ്ഞത് കലിംഗ വാറിനെ പറ്റിയാണ്. 261 BCയിൽ നടന്ന കലിംഗ വാറിനെ പറ്റി. ഭയങ്കര ഡിസ്ട്രക്ഷൻ നടന്നത് കാരണം അത് കണ്ട് അശോക ഭയങ്കര റിഗ്രറ്റ് അടിച്ചു. ഈ റിഗ്രറ്റ് വന്നതിന് ശേഷം അശോക ബുദ്ധിസം സ്വീകരിച്ചു, ധാമ ഫോളോ ചെയ്തു തുടങ്ങി. ബുദ്ധിസം സ്വീകരിച്ച കാരണം വയലൻസ് കുറയ്ക്കാനായിട്ട് ട്രൈ ചെയ്തു തുടങ്ങി. പക്ഷെ ഈ സമയത്തുണ്ടല്ല, TV ഇല്ല, ന്യൂസ് പേപ്പറിൽ ഇന്റർനെറ്റ് ഇല്ല. അപ്പോൾ ജനങ്ങൾക്കായി മെസ്സേജ് എങ്ങനെ അയക്കും? ജനങ്ങളിലൂടെ നമ്മുടെ ഒരു രാജാവിൻ്റെ ആശയങ്ങൾ സ്വന്തം ജനങ്ങളായിട്ട് എങ്ങനെ പങ്കിടും? അന്നത്തെ കാലത്ത് വാട്സപ്പ് ഒന്നുമല്ലല്ലോ, 2 സെക്കൻഡിലുള്ള മെസ്സേജ് കഴിഞ്ഞിട്ട്. അപ്പോൾ അശോകൻ എന്ത് ചെയ്തു? റോക്ക് എഡിറ്റ്സ്, അതേപോലെ തന്നെ പില്ലർ എഡിറ്റ്സ്. ആദ്യം ഈ എഡിറ്റ്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വെച്ചാലുണ്ടല്ല, ഒരു ഒഫീഷ്യൽ ഓർഡർ, മെസ്സേജ് ഇഷ്യൂഡ് ബൈ എ റൂറൽ. അശോക തൻ്റെ മെസ്സേജ് ജനങ്ങളിലായി എത്തിക്കാനായിട്ടുണ്ടല്ല, കല്ലിലും തൂണിലും എഴുതി വെച്ചു. സ്വന്തം മെസ്സേജ്, അശോകൻ തൻ്റെ മെസ്സേജ് ജനങ്ങളിലെ എത്തിക്കാനായിട്ട് കല്ലിലും തൂണിലും എഴുതി വെച്ചു. അതിനെയാണ് നമ്മൾ ഇൻസ്ക്രിപ്ഷൻ, എഡിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി റോക്ക് എഡിറ്റ്സ്, മേജർ റോക്ക് എഡിറ്റ്സ്. അപ്പോൾ എഡിറ്റ്സ് എന്താണ്? ഒരു രാജാവിന് ഒഫീഷ്യലായി ജനങ്ങളോട് പറയാനുള്ള ഒരു മെസ്സേജ് അഥവാ ഓർഡർ. നോക്ക്, അശോക കലിംഗ വാറിന് ശേഷം
മനസ്സിൽ മാറ്റം വന്നപ്പോൾ തൻ്റെ ഐഡിയാസ് കല്ലിൽ എഴുതി ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ചെയ്തു. ഇതാണ് റോക്ക് എഡിക്ട്സ്. ആദ്യത്തെ റോക്ക് എഡിക്ട്സ്. ഓക്കെ, ഇറ്റ് പ്രോഹിബിറ്റ്സ് ആനിമൽ സ്ലോട്ടറിങ്. ആവശ്യമില്ലാതെ എഡിറ്റ് 9 എന്ന് പറയുന്നത് കണ്ടംസ് പോപ്പുലർ സെറമണീസ്, സ്ട്രെസ്സസ് ഓൺ സെറമണീസ് ഓഫ് ദമ്മ. നോക്ക്, അശോകൻ സെറമണീസ് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടില്ല. മീനിങ് ഇല്ലാത്ത റിച്വൽസ് മാത്രം ചെയ്താൽ സൊസൈറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരില്ലല്ലോ. അതുകൊണ്ട് ഈ സെറമണീസിൽ കൂടെ നല്ല ജീവിതം അതല്ലേ വേണ്ടത്. അതാണ് അശോകൻ ചോദിച്ചത്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സെറമണീസ് മാത്രമല്ല, ഇൻറ്റേർണൽ മോറൽ ലൈഫ് വേണം. ഇൻറ്റേർണൽ മോറൽ ലൈഫ് വേണം. ഓക്കെ, അപ്പോൾ 9ാമത്തെ സെറമണീസിനെ പറ്റിയാണ്. കണ്ടംസ് പോപ്പുലർ സെറമണീസ്, സ്ട്രെസ്സസ് ഓൺ സെറമണീസ് ഓഫ് ദാമ. എഡിറ്റ് 9ാമത്തെ സെറമണീസിനെ പറ്റി. ഇനി 10ാമത്തെ കണ്ടംസ് ദ ഡിസയർ ഫോർ ഫെയിം ആൻഡ് ഗ്ലോറി, ഇറ്റ് സ്ട്രെസ്സസ് ദ പോപ്പുലാരിറ്റി ഓഫ് ദാമ. വാസ് ഫെയിം ആൻഡ് ഗ്ലോറിനെ പറ്റിയാണ്. ഫെയിം എന്താ? പ്രശസ്തി. പോപ്പുലാരിറ്റി എന്ന് പറയാം. ഗ്ലോറിയോ? കീർത്തി. അശോകൻ എന്താ പറഞ്ഞേ? ഫെയിമിന് വേണ്ടി ജീവിക്കരുത്, ഗ്ലോറിക്കും വേണ്ടി ജീവിക്കരുത്, ദാമ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഞാനതിൽ FG എന്ന് എഴുതി വയ്ക്കാം. ആദ്യത്തെ കണ്ടംസ് സെറിമണീസ്, രണ്ടാമത്തോ കണ്ടംസ് ഫെയിം ആൻഡ് ഗ്ലോറി. ഇനി 11ാമത്തേലോ ഇറ്റ് എലാബറേറ്റ്സ് ദാമ. ഓക്കെ, ദാമ എലാബറേറ്റ്സ് ദാമ വരും, ഞാൻ D എന്ന് എഴുതി വയ്ക്കാം. ഇനി 12ാമത്തേലോ ഡയറക്റ്റഡ് ആൻഡ് ഡിറ്റർമൈൻഡ് റിക്വസ്റ്റ് ഫോർ ടോളറൻസ് എമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെറ്റ്സ്. 12ാമത്തതിനെ പറ്റിയാ ഡയറക്റ്റഡ് ആൻഡ് ഡിറ്റർമൈൻഡ് റിക്വസ്റ്റ് ഫോർ ടോളറൻസ് എമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെറ്റ്സ്. ഞാൻ റിലീജിയസ് സെറ്റ്സ് 6 വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി 13ാമത്താണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കലിംഗ യുദ്ധത്തിനെ പറ്റി മെൻഷൻ ചെയ്ത ഏത് എഡിറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13ാമത്തെ എഡിറ്റാണ് കലിംഗയ്ക്ക്. ഓക്കെ, ഇനി 14ാമത്തോ ഇറ്റ് ഡിസ്ക്രൈബ്സ് എൻഗ്രേവിംഗ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇതെങ്ങനെ വർക്ക് അറിയോ? ചാക്കോച്ചൻ്റെ ഫെയിമും ഗ്ലോറിയും ഡാൻസും റൊമാൻസും കണ്ടിരിക്കാം. C വെച്ച് സെറമണീസിനെ പറ്റി പറയണമെന്നു. F കണ്ടംസ് അബൌട്ട് ഫെയിം ആൻഡ് ഗ്ലോറി. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സെറമണീസ്, കണ്ടംസ് അബൌട്ട് സെറമണീസ്, അതാണ് സീനെ പറ്റി. കണ്ടംസ് ഓഫ് ഫെയിം ആൻഡ് ഗ്ലോറി, അതാണ് ഇതിനെപ്പറ്റി. D എന്ന് വെച്ചാൽ സ്പ്രെഡിങ് ദാമ. R എന്താണ്? റിലീജിയസ് സെറ്റ്സ്. ഓക്കെ, K എന്തായാലും കല്ലിംഗ വാറിനെ പോയി. I വാറിനെ പറ്റി. അതെന്താ? ഇൻസ്ക്രിപ്ഷനെ പറ്റി. എന്താണ്? ചാക്കോച്ചിൻ്റെ ഫെയിം, ഗ്ലോറി, ഡാൻസ്, റൊമാൻസ് കണ്ടിരിക്കാം. ചാക്കോച്ചൻ C വെച്ചിട്ട് എന്താണ്? C വെച്ച് എന്തായിരുന്നു? പറ സെറമണീസിനെ പറ്റി. ഓക്കെ, കണ്ടംസ് അബൌട്ട് സെറമണീസ്. ഓക്കെ, F and G കണ്ടംസ് അബൌട്ട് ഫെയിം ആൻഡ് ഗ്ലോറി. D വെച്ച് ദാമ. 11ാമത്തേതാണ് എലാബറേറ്റ്സ് ദാമ. R എന്തിനെ പറ്റിയായിരുന്നു? റിക്വസ്റ്റ് ഫോർ ടോളറൻസ് എമംഗ് ഡിഫറെൻറ്റ് റിലീജിയസ് സെറ്റ്സ്. 13ാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ്, കലിംഗ യുദ്ധത്തിനെ പറ്റി മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്ക്രിപ്ഷനെ പറ്റിയുള്ളത്. ഡിസ്ക്രൈബ് എൻഗ്രേവിംഗ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഓർത്ത് വയ്ക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഈ 14 എണ്ണം. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് എ ഫസ്റ്റ് മൗര്യൻ റൂളർ ടു സ്പ്രെഡ് ദ മെസ്സേജ് ടു ദ പീപ്പിൾ ത്രൂ ഇൻസ്ക്രിപ്ഷൻ? അറിയാലോ, അശോകൻ. വിച്ച് വാസ് ദ ഫസ്റ്റ് എംപയർ ഇൻ ആൻഷ്യൻ ഇന്ത്യ ടു യൂസ് എലിഫന്റ് ഇൻ ഇറ്റ്സ് വാർ ഓൺ എ ലാർജ് സ്കെയിൽ? മഗധയാണ് ആൻസർ ഗൈസ്. ഓപ്ഷൻ D മഗധ. വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് എ സെയിലിയോണിസ് എന്ന് വെച്ചാൽ ഇതെന്താ? ശ്രീലങ്കയുടെ പഴയ പേരാണ് സീലിയോൺ. ക്രോണിക്കൽ ദറ്റ് ആക്ടഡ് ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സ് ഓഫ് ദ മൗര്യൻ എംപയർ. ഇതിലെ ആൻസർ മഹാവംശയാണ്. ഈ മഹാവംശ എന്താണ്? ഒരു ബുദ്ധിസ്റ്റ് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റാണിത്. ഓക്കെ, ശ്രീലങ്കയിൽ എഴുതപ്പെട്ടത്, പാലി ലാംഗ്വേജിലാണിത്. ഓക്കെ, ഇതിൽ കിങ്സ്, രാജാക്കന്മാർ, ബുദ്ധിസത്തിനെ പറ്റി, അശോകനെ പറ്റി എന്നിവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിവ് തരുന്നൊരു ബുക്കാണ്. മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? അശോകൻ മകനെയും മകളെയും ശ്രീലങ്കയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനായിട്ട്? ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ട്. നോക്ക്, ഹി സെൻഡ് ഹിസ് സൺ മോൻ്റെ പേരെന്ന് മഹേന്ദ്ര ആൻഡ് ഡോട്ടർ Sanghamitra to Ceylon, known as Sri Lanka, to spread Buddhism. Megasthenes was an ambassador who was sent to the court of which Indian ruler by the Greek ruler Seleucus Nicator. Look, Megasthenes was in the court of Seleucus Nicator. ആരുടെ കോർട്ടിലോട്ട് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ദാറ്റ് ഈസ് ചന്ദ്രഗുപ്ത മൗര്യ. ആൻസർ ഈസ് ചന്ദ്രഗുപ്ത മൗര്യ. The author of Arthashastra was a contemporary of which of the following rulers? ചാണക്യൻ ആരുടെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ വിഷ്ണുഗുപ്തൻ. നമ്മുടെ കൗദല്യ ഉണ്ടായിരുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സമയത്തായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് ആരായിരുന്നു? ചാണക്യൻ. പിന്നെ വേറെ ആരാ? When did ബിന്ദുസാര ascend the മൗര്യ ത്രോൺ? നോക്ക്, ആദ്യം വന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിച്ചത്
322 BC, ഇത് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയാണ് പറയേണ്ടത്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി 298 BC വരെ ഭരിച്ചത് ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, അതിനുശേഷം വന്നാണ് ബിന്ദുസാര ഭരിച്ചത് 297 BC ടു 273 BC. അതിനുശേഷം വന്ന അശോകൻ ഭരിച്ചത് ദാറ്റ് ഈസ് 268 BC ടു 232 BC. ഓക്കെ, ബിന്ദുസാര ഭരിച്ചപ്പോൾ ഇനി എപ്പോഴാണ് ബിന്ദുസാര വന്നതെന്ന് വെച്ചാൽ സെൻറ്റർ പവർ ദാറ്റ് ഈസ് 297 BC. ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് മൗര്യൻ കിങ് ടേൺഡ് ഇൻ ടു ബുദ്ധിസം ആൻഡ് ടെനറ്റ് ഓഫ് നോൺ വയലൻസ് ആഫ്റ്റർ ദ കലിംഗ വാർ? അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യ ഏത് റിലീജിയനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത്? നോക്കൂ, ചന്ദ്രഗുപ്ത മൗര്യ ജൈനിസം, ബിന്ദുസാര അജീവികാസ്. ഓക്കെ, ഇനി അശോകൻ ബുദ്ധിസം. ഓക്കെ, ഈ 3 രാജാക്കന്മാരിനെ പറ്റി ഓർത്തു വയ്ക്കണം. ഹൂ എമംഗ് ദ ഫോളോയിങ് മൗര്യൻ കിങ് ഫാസ്റ്റഡ് ടു ഡെത്ത് ആൻഡ് ഡൈഡ് അറ്റ് ശ്രാവണബെലഗോള? ആൻസർ ആരായിരുന്നു ജൈനിസം ഫോളോവർ? ചന്ദ്രഗുപ്ത മൗര്യൻ ആരുടെ കൂടെ പോയെന്ന് വെച്ചാൽ ഭദ്രബാഹു. എഡിറ്റ് 9 എന്ന് പറയുന്നത് കണ്ടംസ് പോപ്പുലർ സെറമണീസ്, സ്ട്രെസ്സസ് ഓൺ സെറമണീസ് ഓഫ് ദമ്മ. നോക്ക്, അശോകൻ സെറമണീസ് ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടില്ല. മീനിങ് ഇല്ലാത്ത റിച്വൽസ് മാത്രം ചെയ്താൽ സൊസൈറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് വരില്ലല്ലോ. അതുകൊണ്ട് ഈ സെറമണീസിന് കൂടെ നല്ല ജീവിതം അതല്ലേ വേണ്ടത്. അതാണ് അശോകൻ ചോദിച്ചത്. എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ സെറമണീസ് മാത്രമല്ല, ഇന്റേണൽ മോറൽ ലൈഫ് വേണം. ഓക്കെ, അപ്പോൾ 9ാമത്തെ സെറമണീസിനെ പറ്റിയാണ്. കണ്ടംസ് പോപ്പുലർ സെറമണീസ്, സ്ട്രെസ്സസ് ഓൺ സെറമണീസ് ഓഫ് ദാമ. എഡിറ്റ് 9ാമത്തെ സെറമണീസിനെ പറ്റി. ഇനി 10ാമത്തെ കണ്ടംസ് ദ ഡിസയർ ഫോർ ഫെയിം ആൻഡ് ഗ്ലോറി, ഇറ്റ് സ്ട്രെസ്സസ് ദ പോപ്പുലാരിറ്റി ഓഫ് ദാമ. ഫെയിം ആൻഡ് ഗ്ലോറിനെ പറ്റിയാണ്. ഫെയിം എന്താ? പ്രശസ്തി. പോപ്പുലാരിറ്റി എന്ന് പറയാം. ഗ്ലോറിയോ കീർത്തി. അശോകൻ എന്താ പറഞ്ഞേ? ഫെയിമിന് വേണ്ടി ജീവിക്കരുത്, ഗ്ലോറിക്കും വേണ്ടി ജീവിക്കരുത്. ദാമ സ്പ്രെഡ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ FG എന്ന് എഴുതി വയ്ക്കാം. ആദ്യത്തെ കണ്ടംസ് സെറിമണീസ്, രണ്ടാമത്തോ കണ്ടംസ് ഫെയിം ആൻഡ് ഗ്ലോറി. ഇനി 11ാമത്തെ ഇറ്റ് എലാബറേറ്റ്സ് ദാമ. ഓക്കെ, ദാമ എലാബറേറ്റ്സ് ദാമകരം ഞാൻ D എന്ന് എഴുതി വയ്ക്കാം. ഇനി 12ാമത്തെ ഡയറക്റ്റഡ് ആൻഡ് ഡിറ്റർമൈൻഡ് റിക്വസ്റ്റ് ഫോർ ടോളറൻസ് എമംഗ് ഡിഫറെന്റ് റിലീജിയസ് സെറ്റ്സ്. 12ാമത്തെ പറ്റിയ ഡയറക്റ്റഡ് ആൻഡ് ഡിറ്റർമൈൻഡ് റിക്വസ്റ്റ് ഫോർ ടോളറൻസ് എമംഗ് ഡിഫറെന്റ് റിലീജിയസ് സെറ്റ്സ്. ഞാൻ റിലീജിയസ് സെറ്റ്സ് 6 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇനി 13ാമത്താണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കലിംഗ യുദ്ധത്തിനെ പറ്റി മെൻഷൻ ചെയ്ത ഏത് എഡിറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 13ാമത്തെ എഡിറ്റാണ് കലിംഗക്ക്. ഓക്കെ, ഇനി 14ാമത്തോ ഇറ്റ് ഡിസ്ക്രൈബ്സ് എൻഗ്രേവിംഗ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഇതെങ്ങനെ അവർക്ക് അറിയോ? ചാക്കോച്ചന്റെ ഫെയിമും ഗ്ലോറിയും ഡാൻസും റൊമാൻസും കണ്ടിരിക്കാം. C വെച്ച് സെറമണീസിനെ പറ്റി പറയാനായിരുന്നു. F കണ്ടംസ് അബൌട്ട് ഫെയിം ആൻഡ് ഗ്ലോറി. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് സെറമണീസ്, കണ്ടംസ് അബൌട്ട് സെറമണീസ്, അതാണ് സീനെ പറ്റി. കണ്ടംസ് ഓഫ് ഫെയിം ആൻഡ് ഗ്ലോറി, അതാണ് ഇതിനെപ്പറ്റി. D വെച്ചെന്ന് സ്പ്രെഡിങ് ദാമ. R എന്താണ്? റിലീജിയസ് സെറ്റ്സ്. ഓക്കെ, K എന്തായാലും കലിംഗ വാറിനെ പോയി. I വാറിനെ പറ്റി. അതെന്താ? ഇൻസ്ക്രിപ്ഷനെ പറ്റി. എന്താണ്? ചാക്കോച്ചിന്റെ ഫെയിം, ഗ്ലോറി, ഡാൻസ്, റൊമാൻസ് കണ്ടിരിക്കാം. ചാക്കോച്ചൻ C വെച്ചിട്ട് എന്താണ്? C വെച്ച് എന്തായിരുന്നു? പറ സെറമണീസിനെ പറ്റി. ഓക്കെ, കണ്ടംസ് അബൌട്ട് സെറമണീസ്. ഓക്കെ, F and G കണ്ടംസ് അബൌട്ട് ഫെയിം ആൻഡ് ഗ്ലോറി. D വെച്ച് ദാമ. 11ാമത്തേതാണ് എലാബറേറ്റ്സ് ദാമ. R എന്തിനെ പറ്റിയായിരുന്നു? റിക്വസ്റ്റ് ഫോർ ടോളറൻസ് എമംഗ് ഡിഫറെന്റ് റിലീജിയസ് സെറ്റ്സ്. 13ാമത്തെ വളരെ ഇമ്പോർട്ടൻറ്റ്, കലിംഗ യുദ്ധത്തിനെ പറ്റി മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്ക്രിപ്ഷനെ പറ്റിയുള്ളത്. ഡിസ്ക്രൈബ് എൻഗ്രേവിംഗ് ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ഓർത്തു വെക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഈ 14 എണ്ണം. Who among the following was the first Mauryan ruler to spread the message to the people through inscription? അറിയാലോ, അശോകൻ. Which was the first empire in ancient India to use elephant in its war on a large scale? മഗധയാണ് ആൻസർ ഗൈസ്. ഓപ്ഷൻ D മഗധ. Which among the following was a Ceylonese? ഇതെന്താ? ശ്രീലങ്കയുടെ പഴയ പേരാണ് സീലിയോൺ. Chronicle that acted as an important literary source of the Mauryan empire. ഇതിലെ ആൻസർ മഹാവംശയാണ്. ഈ മഹാവംശ എന്താണ്? ഒരു ബുദ്ധിസ്റ്റ് ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റ് ആണിത്. ഓക്കെ, ശ്രീലങ്കയിൽ എഴുതപ്പെട്ടത്, പാലി ലാംഗ്വേജിലാണിത്. ഓക്കെ, ഇതിൽ കിങ്സ്, രാജാക്കന്മാർ, ബുദ്ധിസത്തിനെ പറ്റി, അശോകനെ പറ്റി എന്നിവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിവ് തരുന്ന ഒരു ബുക്കാണ്. മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ്? അശോകൻ മകനെയും മകളെയും ശ്രീലങ്കയിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനായിട്ട്? ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാനായിട്ട്.
നോക്ക്, ഹി സെൻഡ് ഹിസ് സൺ മോൻ്റെ പേരുന്നു മഹേന്ദ്ര ആൻഡ് ഡോട്ടർ സംഘമിത്ര ടു സെയിലിയോൺ നോൺ ശ്രീലങ്ക ടു സ്പ്രെഡ് ബുദ്ധിസം. Megasthenes was an ambassador who was sent to the court of which Indian ruler by the Greek ruler Seleucus Nicator. നോക്ക്, മെഗസ്തനെസിസ് വാസ് ഇൻ ദ കോർട്ട് ഓഫ് സെലിക്കസ് നിക്കേറ്റർ. ആരുടെ കോർട്ടിലോട്ട് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ ദാറ്റ് ഇസ് ചന്ദ്രഗുപ്ത മൗര്യ. ആൻസർ ഇസ് ചന്ദ്രഗുപ്ത മൗര്യ. The author of Arthashastra was a contemporary of which of the following rulers? ചാണക്യൻ ആരുടെ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ വിഷ്ണുഗുപ്തൻ. നമ്മുടെ കൗതല്യ ഉണ്ടായിരുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യന്റെ സമയത്തായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് ആരായിരുന്നു? ചാണക്യൻ. പിന്നെ വേറെ ആരാ? വെൻ ഡിഡ് ബിന്ദുസാര അസെൻഡ് ദ മൗര്യ ത്രോൺ? നോക്ക്, ആദ്യം വന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിച്ചത് 322 BC. ഇത് ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റിയാണ് പറയേണ്ടത്. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യനെ പറ്റി 298 BC വരെ ഭരിച്ചത് ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, അതിനുശേഷം വന്നാണ് ബിന്ദുസാര. ബിന്ദുസാര ഭരിച്ചത് 297 BC ടു 273 BC. അതിനുശേഷം വന്ന അശോകൻ ഭരിച്ചത് ദാറ്റ് ഇസ് 268 BC ടു 232 BC. ഓക്കെ, ബിന്ദുസാര ഭരിച്ചപ്പോൾ ഇനി എപ്പോഴാണ് ബിന്ദുസാര വന്നതെന്ന് വെച്ചാൽ അസെൻഡ് ടു പവർ ദാറ്റ് ഈസ് 297 BC. ഓപ്ഷൻ ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, വിച്ച് എമംഗ് ദ ഫോളോയിങ് മൗര്യൻ കിങ് ടേൺഡ് ഇൻ ടു ബുദ്ധിസം ആൻഡ് tenet ഓഫ് നോൺ വയലൻസ് ആഫ്റ്റർ ദ കലിംഗ വാർ? അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യ ഏത് റിലീജിയനെ സ്പ്രെഡ് ചെയ്യാൻ നോക്കിയത്? നോക്കൂ, ചന്ദ്രഗുപ്ത മൗര്യ ജൈനിസം, ബിന്ദുസാര അജീവികാസ്. ഓക്കെ, ഇനി അശോകൻ ബുദ്ധിസം. ഓക്കെ, ഈ 3 രാജാക്കന്മാരിനെ പറ്റി ഓർത്തു വയ്ക്കണം. ഹൂ എമംഗ് ദ ഫോളോയിങ് മൗര്യൻ കിങ് ഫാസ്റ്റഡ് ടു ഡെത്ത് ആൻഡ് ഡൈഡ് അറ്റ് ശ്രാവണ ബെലഗോള? ആൻസർ ആരായിരുന്നു ജൈനിസം ഫോളോവർ? ചന്ദ്രഗുപ്ത മൗര്യൻ ഭദ്രബാഹുവിൻ്റെ കൂടെയാണ് ചന്ദ്ര ഹിൽസിലുള്ള ശ്രാവണ ബെൽഗോള കർണാടകയിലേക്ക് പോയത്. ആൻഡ് ചന്ദ്രഗുപ്ത മൗര്യ ഡൈഡ് ബൈ പെർഫോമിംഗ് സാലേഖാന. സാലേഖാന വെച്ചാൽ ഫാസ്റ്റിംഗ് ടിൽ ഡെത്ത്. The foundation of Sanchi Stupa was led by which of the following kings? എല്ലാവർക്കും അറിയാം, അശോകൻ. What was the function of an officer called സമഹർ? നമുക്ക് ആദ്യം തന്നെ സപ്താംഗ തിയറിനെ പറ്റി പഠിക്കാം. സപ്താംഗ തിയറി ബൈ കൗതല്യ. ഒരു രാജ്യം നല്ല രീതിയിൽ നടക്കാനായിട്ട് 7 കമ്പോണൻസ് വേണം എന്നാണ് കൗതല്യ അർത്ഥശാസ്ത്രയിൽ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ കമ്പോണന്റ് ആണ് രാജാവ് അഥവാ രാജ. രണ്ടാമത്തെ കമ്പോണന്റ് സെക്രട്ടറി അഥവാ അമത്യ. ഇതിങ്ങനെ ഓർത്തു വെക്കാറോ? സാമിനെ ഓർത്താൽ മതി. സമന്ത, സാം. ഓക്കെ, സെക്രട്ടറി, അമത്യ. അങ്ങനെ ഓപ്ഷനിൽ കുത്താം നമുക്ക്. നോക്ക്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് സെക്രട്ടറി അണ്ടർ സപ്താംഗ തിയറി എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസിൽ നമുക്ക് എസ് കണക്ട് എം കണക്ട്. ഓപ്ഷനിൽ അമത്യ എന്ന് തരാം, ജനപദ എന്ന് തരാം, ദുർഗ എന്ന് തരാം, കോശ എന്ന് തരാം. ഓക്കെ, അപ്പൊ SAM കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഈ ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത് ടെറിട്ടറി, ജനപദ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. ജനപദ നമ്മൾ മഹാജനപദ ചാപ്റ്ററിൽ 16 മഹാജനപദനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഫോർട്ട് ഈസ് ഓൾസോ നോൺ എസ് ദുർഗ. ഫോർട്ട് ഈസ് കോൾഡ് എസ് ദുർഗ. ആൻഡ് ട്രഷറി, കോശ. ആർമി, ദണ്ഡ. ഫ്രണ്ട്, മിത്ര. നോക്ക്, രാജാവ്, രാജ. ഇതെല്ലാവരും ക്ലിയർ ആയി. സാം ഓർത്ത, സെക്രട്ടറിയും അമത്തിയും ക്ലിയർ ആയി. ഫ്രണ്ട്, മിത്രയും ക്ലിയർ ആയി. നോക്ക്, ആർമി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ, ഒന്ന് ഓർത്താൽ മതി. കോലെടുത്ത് നടക്കുന്ന ആൾക്കാരെ നമുക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ആയിട്ട് കോല് വെച്ച് നടക്കുന്നത്. പണ്ടത്തെ രാജ്യത്ത് ലൈക്ക് തോക്കൊന്നുമില്ലല്ലോ, അപ്പൊ അവരെന്താണ് വലിയൊരു കോല് വെച്ച് ദണ്ഡ് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതും സെറ്റില്ല. ആർമി, ദണ്ഡയും കണക്ട് ചെയ്യാം. ഫോർട്ട്, ദുർഗ. നോക്ക്, പണ്ടത്തെ കിങ്ഡംസ് ഒക്കെ ഫോർട്ട് എന്തിനാ ഇത്ര വലുതാക്കി പണിയെന്ന് വെച്ചാൽ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ലക്ഷറി കാണിക്കാൻ മാത്രമല്ല, പ്രൊട്ടക്ഷന് വേണ്ടിയും കൂടിയാണ് ഫോർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഉയർന്ന രീതിയിൽ പണിയാം. അപ്പോൾ നമുക്ക് ഇതിനെ ഓർത്താൽ മതി, ദുർഗാദേവിനെ ഓർത്താൽ മതി. ദുർഗാദേവി എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫോർട്ട് ഒരു മാനർ ഓഫ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പൊ അതും സെറ്റ്. ഇനി ടെറിട്ടറി, ജനപദാസ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നോക്ക്, ട്രഷറി എങ്ങനെ കാണിക്കുന്നത്? കാശ് പണം, കാശ് വെച്ച് കാണിക്കുക, അങ്ങനെ കാണിക്കാം ട്രഷറി. അപ്പൊ അത് സെറ്റ്. ഓക്കെ, സപ്താംഗ തിയറി ക്ലിയർ അല്ലേ ഗൈസ്?
ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ വെച്ചാൽ ഓഫീസേഴ്സിനെ പറ്റി പഠിക്കാം. നോക്ക്, ഓഫീസേഴ്സിന്റെ കേസ് പറയുമ്പോൾ ആദ്യത്തെ 4 നമുക്ക് ഫസ്റ്റ് 4 ഇല്ലേ, ആദ്യത്തെ 4 നമുക്ക് മണി ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കാം. എങ്ങനെ ഓർത്ത് വയ്ക്കാന്ന് അറിയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ 4 മണി ഡിപ്പാർട്ട്മെന്റ് ആണ്. എഴുതി കാണിച്ചത്. നമുക്ക് ആദ്യത്തെ സന്നിധത്ത എങ്ങനെ ഓർത്ത് വെക്കാന്ന് അറിയോ? സന്നിധത്ത എന്ന് പറയുമ്പോൾ ചീഫ് ട്രഷറി ഓഫീസറാണ്. ചീഫ് ട്രഷറി ഓഫീസർ ഞാൻ എങ്ങനെ ഓർത്ത് വെക്കാന്ന് അറിയോ? ഞാൻ ഓർക്കുന്നത് സന്നിധാനം, സ്വാമിയുടെ സന്നിധാനം ഓർക്കും. ശബരിമലയിലുള്ള സന്നിധാനത്തെ ഓർക്കും. നമുക്ക് ദാനം, ഇവിടെ ദത്ത, ധനം, ധനം എന്ന് വെച്ചാൽ പൈസ, ധനം പൈസ. അപ്പൊ ട്രഷറി ഓഫീസർ. ശബരിമല സന്നിധാനത്ത് എന്താ നമ്മൾ കാണാം? അത് ഓർത്താൽ മതി. അവിടെയുള്ള ഗോൾഡും ഈ ട്രഷറിയും അതൊക്കെ ഓർത്താൽ മതി. അങ്ങനെ വെച്ച് കണക്ട് ചെയ്യും. ദാറ്റ് ഈസ് ചീഫ് ട്രഷറി ഓഫീസർ ആയിട്ട്. അത് റെഗുലേറ്റ് ചെയ്യുന്ന ഒരാളാന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ മറക്കില്ല ഒരിക്കലും. ഓക്കെ, സന്നിധത്ത, സന്നിധാനം, ധനം മീൻസ് ട്രഷറി. ഓക്കെ, ചീഫ് ട്രഷറി ഓഫീസർ. ഇനി സന്നിധത്ത എന്താണ് ഗൈസ്? കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. സമാഹർത്ത എന്താണ്? ഞാൻ ഇപ്പൊ തന്നെ എന്താ പറഞ്ഞേ? സന്നിധത്ത ചീഫ് ട്രഷറി ഓഫീസർ ആട്ടാ. എന്താ ഓർക്കേണ്ടത്? സന്നിധാനം ഓർക്കുക, സ്വാമിയുടെ സന്നിധാനം ഓർക്കുക. ധനം എന്ന് വെച്ചാൽ എന്താണ്? ട്രഷറി. ഇനി സമാഹർത്ത എന്ന് വെച്ചാൽ കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. ഇതിങ്ങനെ ഓർക്കാന്ന് വെച്ചാൽ മലയാളം വേർഡില് സമഹരിക്കുക. അർത്ഥം എന്താണ് ഗൈസ്? കളക്ട് ചെയ്യുക, സമഹരിക്കുക. അപ്പൊ സമഹർത്ത സമഹരിക്കുക, അർത്ഥം കളക്ട് ചെയ്യാൻ. കളക്ടർ ജനറൽ ഓഫ് റവന്യൂ കളക്ട് ചെയ്യാൻ. എന്ത് കളക്ട് ചെയ്യാൻ? ടാക്സ് കളക്ട് ചെയ്യാൻ, റവന്യൂ കളക്ട് ചെയ്യാൻ. അതാണ് കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. ഇനി മൂന്നാമത്തത് ഗോപ. ഈ ഗോപ എങ്ങനെ ഓർക്കറിയോ? ക്രേസി ഗോപാലൻ സിനിമ ഉണ്ട, അതിൽ അവൻ ബാങ്കൊക്കെ മോഷ്ടിക്കാൻ ഇറങ്ങില്ലേ? അപ്പൊ അക്കൗണ്ട് അങ്ങനെ ഓർക്കാം, ബാങ്ക് അക്കൗണ്ട് അങ്ങനെ ഓർത്ത് വയ്ക്കാം. റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. ഓക്കെ, ഒരു ഓഡിറ്റ് ഓഫീസർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക ഗൈസ്? ഒരു ഓഡിറ്റ് ഓഫീസർ എന്തൊക്കെ ചെക്ക് ചെയ്യുക? കണക്കുകൾ കറക്റ്റ് ആണോ? ഫ്രോഡ് വല്ലതും ചെയ്യുന്നുണ്ടോ? എക്സ്ട്രാ എക്സ്പെൻസ് വരുന്നുണ്ടോ? മിസ്സിംഗ് മണി ഉണ്ടോ? റൂൾസ് ഫോളോ ചെയ്യുന്നുണ്ടോ? ഇതൊക്കെ ചെയ്യുന്ന ആരാ? ഓഡിറ്റിംഗ് ഓഫീസറാ. എന്ന് വെച്ചാൽ വെരിഫൈ ചെയ്യുക. അപ്പൊ അക്ഷ പട്ടാലിക്കാര ഓഡിറ്റ് ഓഫീസർ. ഗോപൻ അക്കൗണ്ട്, റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. അക്ഷയ് ഓഡിറ്റ് ഓഫീസർ. ഇനി ഓഫീസേഴ്സ് ഫസ്റ്റ് 4 എന്തിനായിരുന്നു? മണി ഡിപ്പാർട്ട്മെന്റിലാണ് ഫസ്റ്റ് 4. മണി ഡിപ്പാർട്ട്മെന്റിലുള്ള ദാറ്റ് ഈസ് സന്നിധത്ത, ദാറ്റ് ഈസ് ചീഫ് സന്നിധത്ത, ചീഫ് ട്രഷറി ഓഫീസർ. ഞാൻ പറഞ്ഞു സന്നിധാനത്തെ ഓർത്തു വയ്ക്കാൻ. സന്നിധാനം, ധനം, ചീഫ് ട്രഷറി ഓഫീസർ. ഇനി സമഹർത്ത, സമഹരിക്കുക എന്ന് ഓർക്കുക. സമഹരിക്കുക, എന്ത് ഹരിക്കുക? സമഹരിക്കുക കളക്ട് ചെയ്യുക. അപ്പൊ കളക്ടർ ജനറൽ ഫോർ റവന്യൂ. ഇനി ഗോപൻ ക്രേസി ഗോപാലൻ, റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. അക്ഷയോ ഓഡിറ്റിംഗ് ഓഫീസർ. ഗോപനോ അക്കൗണ്ട് വെരിഫിക്കേഷൻ, ദാറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഫോർ അക്കൗണ്ട്. അപ്പോൾ ഫസ്റ്റ് 4 മണി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ദാറ്റ് ഈസ് സന്നിധത്ത, അതുപോലെ തന്നെ സമഹർത്ത, ഗോപൻ, അത് കഴിഞ്ഞിട്ട് അക്ഷയ് ആരായിരുന്നു? ഓഡിറ്റിംഗ് ഓഫീസർ. ഗോപനോ അക്കൗണ്ട്, റെസ്പോൺസിബിൾ ഫോർ അക്കൗണ്ട്. ഇനി അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ തൊട്ട്. ദാറ്റ് ഈസ് ഈ 3. നഗരക, സീതാദയാക്ഷ, സംസദയാക്ഷ. ഞാൻ പറഞ്ഞുതരാം. ഇതിന് നഗരകയിലുണ്ട് നഗരം, സിറ്റി, റെസ്പോൺസിബിൾ ഫോർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ. നഗരം, സിറ്റി, റെസ്പോൺസിബിൾ ഫോർ സിറ്റി അഡ്മിനിസ്ട്രേഷൻ. ഇനി രണ്ടാമത്തെ സീതാദയാക്ഷ, സൂപ്പറിൻറ്റൻഡന്റ് ഫോർ അഗ്രികൾച്ചർ. നോക്ക്, ഇത് എളുപ്പമാണ് കണക്ട് ചെയ്യാൻ. നോക്ക്, സീതാദേവിനെ പറ്റി എല്ലാവർക്കും അറിയാലേ? ജഗജ്ജനനിയായ ഭൂമിജ സീതാദേവി. സീതാദേവി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വന്നു എന്നാണ് കഥകൾ പറയുന്നത്. അപ്പൊ നമുക്ക് സീതാദേവി ഭൂമിയിൽ വന്ന് കണക്ട് ചെയ്യാം, കൃഷിയായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഭൂമിജ, ജഗജ്ജനനി, സീതാമാതാവിനെ ഓർത്താൽ മതി. അങ്ങനെ അഗ്രികൾച്ചറായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതെങ്ങനെ ഓർക്കറിയോ? സംസ്ഥാന അധ്യക്ഷ. ഗായ്സ്, സംസ്ഥാന ലോട്ടറി എവിടെയാ കിട്ടുക? എന്താണ് സംസ്ഥാന ലോട്ടറി എവിടെയാ കിട്ടുക? മാർക്കറ്റിൽ അല്ലേ? അപ്പോ സമസ്താധ്യക്ഷ റെസ്പോൺസിബിൾ ഫോർ മാർക്കറ്റ്. ഓക്കെ, നഗരം വെച്ച് നഗരത്തിനെ ഓർക്കാം, സിറ്റിനെ ഓർക്കാം. സീത, ജഗജ്ജനനിയായ മാതാവ് സീത, ഭൂമിജയ ജഗജ്ജനനി. മണ്ണിൽ നിന്ന് വന്ന കഥയുണ്ടല്ലോ, ഭൂമിയിൽ നിന്ന് വന്ന കഥയുണ്ടല്ലോ, അതായത് നമുക്ക് അഗ്രികൾച്ചർ കണക്ട് ചെയ്യാം. ഇനി സംസ്ഥാന ലോട്ടറി ഓർത്താൽ മതി. അതെന്താണ് എവിടെ കിട്ടാം? മാർക്കറ്റിൽ. ഇനി നവാധ്യക്ഷ, ഇതിൽ തന്നെ ഉണ്ടല്ലേ നേവി. അപ്പൊ എന്താണ്? നേവി, നവാധ്യക്ഷ, റെസ്പോൺസിബിൾ ഫോർ ഷിപ്സ്. ഇനി അടുത്ത് നോക്ക്, അശ്വാധ്യക്ഷ, അശ്വങ്ങൾ, അശ്വ എന്ന് വെച്ചാൽ എന്താ? കാവിലറി, ഹോഴ്സസ്, കുതിരകൾ.
അവ ഈ വാക്കിൽ തന്നെ ഉണ്ട്. ഇവിടെ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഇസ് SHUL, ഷൂൾ, SHUL, ഷൂൽക്ക. അത് കഴിഞ്ഞിട്ടാണ് ദക്ഷക, ഷൂൽക്ക ദക്ഷക എന്നാട്ടാ. ഷൂൽക്ക ദക്ഷ, സൂപ്പറിനന്റ് ഓഫ് ടോൾ ടാക്സ്, സൂപ്പറിനന്റ് ഓഫ് ടോൾ ടാക്സ്, ഇത് ഓർത്ത് വയ്ക്കണം. അതേപോലെ തന്നെ അക്കര ദക്ഷക, ഇതാണ് സൂപ്പറിനന്റ് ഓഫ് മൈൻസ്. ഓക്കെ. ഇനി അവസാനം ലാസ്റ്റ് ദമ മഹാത്മത. ദാറ്റ് ഇസ് Nupus created by Ashoka to check if people are following the concept of Dhamma. ഓക്കെ. വാട്ട് വാസ് ദ ഫംഗ്ഷൻ ഓഫ് ഓഫീസർ കോൾഡ് സമഹർത്ത? ഞാൻ പറഞ്ഞു സമഹരിക്കുക, ആലോചിക്കുക, എന്താ ഓർക്കണ്ടേ? സമഹരിക്കുക എന്ന് വെച്ചാൽ എന്താ? കളക്ട് ചെയ്യുക. എന്താണ്? കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. ഇവിടെ നോക്ക്, ക്യാഷ് കളക്ട് ചെയ്ത് റിസർവ് ചെയ്ത് വെക്കില്ലേ നമ്മള്, അതാണ് റിസർവ് ദ സ്റ്റേറ്റ് ട്രഷറി. അതാണ് ആൻസർ. ഇനി ഹൂ സെൻഡ് ദ ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനീസ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ? നമ്മളത് കണ്ടല്ലേ, സെലിക്കസ് നിക്കായിട്ട്, ഫൗണ്ടർ ഓഫ് സെലൂസൈഡ് ഡൈനാസ്റ്റി. മെഗസ്തനീസ് വാസ് ഇൻ ദ കോർട്ട് ഓഫ് സെലിക്കസ് നിക്കേറ്റർ. Chandragupta Maurya defeated Seleucus Nicator and was married to his daughter Helena. During the Mauryan society, Megasthenes divided the Indian society into 7 distinct groups, in which distinct group were the king's counselors placed. ഇതിന്റെ Megasthenes എഴുതിയ ബുക്കിന്റെ പേരാണ് ഇന്ദിക. ഇനി അക്കോർഡിംഗ് ടു Megasthenes, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനിലെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എത്ര കമ്മിറ്റി? 6 കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? 5 മെമ്പേഴ്സ്. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് 6 കമ്മിറ്റി ഉണ്ടായിരുന്നു. 6 കമ്മിറ്റിയിലും ഓരോ കമ്മിറ്റിയിലും 5 മെമ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ടോട്ടൽ എത്ര മെമ്പർ ഉണ്ടായിരുന്നു? 6 × 5 30 മെമ്പേഴ്സ്. ഇനി ആർമി ഓഫ് 6 കമ്മിറ്റി വിത്ത് 5 മെമ്പേഴ്സ്. ഓക്കെ, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനും അതെ, ആർമിയും അതെ, ഈ രണ്ടെണ്ണത്തിലും 6 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഓരോരോ കമ്മിറ്റിയിലും 5 മെമ്പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ആർമിയിലും അതെ, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷനും അതെ. ഇനി നോക്ക്, ഇൻ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 7 വർണ്ണാസ്. ഏതൊക്കെയായിരുന്നു? ഫിലോസഫേഴ്സ്. ഒന്നാമത്തേലോ ഫിലോസഫേഴ്സ്, രണ്ടാമത്തേലോ കൾട്ടിവേഴ്സ് ഓർ ഫാർമേഴ്സ്, മൂന്നാമത്തേലോ ഹണ്ടേഴ്സ് ആൻഡ് ഷെപ്പേർഡ്സും ഹണ്ടേഴ്സും വരുന്നുണ്ട് കേട്ടോ. നാലാമത്തേലോ ട്രേഡ്സ്മാൻ, അഞ്ചാമത്തേലോ വാരിയേഴ്സ്, ആറാമത്തേലോ ഓഫീസേഴ്സ്, മജിസ്ട്രേറ്റ്സ്, ഏഴാമത്തേതാണ് കൗൺസിലേഴ്സ്. കിങ്സ് കൗൺസിലേഴ്സ് എത്രാമത്തെ വെച്ചാൽ 7ാമത്തത്. ഓക്കെ. ഇനി കിങ്സ് കൗൺസിലേഴ്സ് വാസ് പ്ലേസ്ഡ് ഇൻ ദ 7th. ഫസ്റ്റ് എന്തായിരുന്നു ഗൈസ്? ഫസ്റ്റ് ഫിലോസഫേഴ്സ്, രണ്ടാമത്തെ കൃഷി ചെയ്യുന്ന കൾട്ടിവേഴ്സ് ഫാർമേഴ്സ്, മൂന്നാമത്തതോ ഹണ്ടേഴ്സ് ഓർ ഷെപ്പേർഡ്സ്, നാലാമത്തതോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ട്രേഡേഴ്സ്, അഞ്ചാമത്തെ വാരിയേഴ്സ്, ആറാമത്തെ ഓഫീസേഴ്സ് അഥവാ മജിസ്ട്രേറ്റ്സ്, ഏഴാമത്തോ കൗൺസിലേഴ്സ്. ഹൂ എമംഗ് ദ ഫോളോയിങ് വാസ് ഡിഫീറ്റഡ് ബൈ ചന്ദ്രഗുപ്ത മൗര്യ? നമ്മൾ നേരത്തെ തന്നെ വായിച്ച സെലിക്കസ് നിക്കേറ്റർ. ചന്ദ്രഗുപ്ത മൗര്യ ഓവർത്രൂ ദ നന്ദ ഡൈനാസ്റ്റി ഓഫ് മഗധ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ചാണക്യന്റെ കൗതല്യ അഥവാ നമ്മുടെ വിഷ്ണുഗുപ്തന്റെ സഹായത്തോടെ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഹൗ മെനി ക്ലാസസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ആർ മെൻഷൻ ഇൻ മെഗസ്തനീസ് ബുക്ക് ഇന്ദിക? നമ്മൾ ഇപ്പോൾ തന്നെ കണ്ടു 7 എണ്ണം. ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നു, ഫാമേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഷെപ്പേർഡ്സ് ഉണ്ടായിരുന്നു, ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു, വാരിയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കൗൺസിലേഴ്സ് ഉണ്ടായിരുന്നു. ഹൂ സെൻഡ് ദ ഗ്രീക്ക് അംബാസിഡർ മെഗസ്തനീസ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ? അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എത്ര ടൈം റിപ്പീറ്റ് ചെയ്യുന്നത്? ഓക്കെ, സെലിക്കസ് നിക്കേറ്ററിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നത്? During the Mauryan society, Megasthenes divides the Indian society into 7 distinct groups. In which group were the king's counselors placed? He was placed in the 7th. According to Kautilya's Arthashastra, the commanding officer of cavalry, okay, in the following Mauryan administration was known as. നോക്കി, ഇത് വെച്ച് നിങ്ങൾ ഗസ് അടിക്കുക. നോക്കൂ, ഒരേ ഒരു ഓപ്ഷനിൽ അശ്വം, അശ്വമേധം, അശ്വ എന്ന് വെച്ചാൽ കുതിര, കാവിലറി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. Who among the following wrote a book called Indica based on his travel experience in India? Megasthenes അതുപോലെ സെലിക്കസ് നിക്കേറ്റർ. ഈ ഒരു ടോപ്പിക്കിൽ SSCയുടെ ഫേവറേറ്റ് ഭാഗം. Which among the following tests lay down the minute details of the administration military organization during Mauryan time? സംശയമുണ്ടോ? അർത്ഥശാസ്ത്ര തന്നെ. നാഗാർജുനി caves were donated to which of the following sets by Mauryans? അജീവികാസ്. ഇതെവിടെ അറിയോ? ഈ നാഗാർജുനി കേവ്സ് ഇതുള്ളത് ബീഹാറിലാണ്, ബരാബർ ഹിൽസ്. നാഗാർജുനി കേവ്സ്, ബരാബർ ഹിൽസ്. എവിടെയുള്ള ബരാബർ ഹിൽസ്? അതെവിടെയാണ്? ബീഹാറിൽ. ആർക്ക് ഡൊണേറ്റ് ചെയ്ത്? അജീവികാസിന്. ഏത് സെക്ടറിന് ഡൊണേറ്റ് ചെയ്ത്? അജീവികാസിന്.
According to the Ashoka inscription, which of the following was not a provincial center in the Magadha Empire? Answer is option D, Indraprastha. According to Ashoka inscription, which of the following was not a provincial center in the Magadha Empire? ടോക്സാലി എന്ന് പറയുന്നത് ഈസ്റ്റേൺ പ്രൊവിൻസ് ആയിരുന്നു. ടോക്സാലി ഈസ്റ്റേൺ പ്രൊവിൻസ്, അത് കലിംഗ പ്രൊവിൻസ് എന്ന് പറയാം. ഉജ്ജയിനി എന്ന് പറയുമ്പോൾ ഉജ്ജയിൻ തന്നെ, അത് വെസ്റ്റേൺ പ്രൊവിൻസ്. ഇനി ടക്സീല എന്ന് പറയുമ്പോൾ that is north west province. Okay, answer is Indraprastha. As per the contents mentioned in Ashoka's inscription, how many major political centers were there in Mayuran Empire? അഞ്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇപ്പൊ കണ്ടതന്നെ. ഒന്നാമത്തെ പാട്ലിപുത്ര. പാട്ലിപുത്ര എന്ന് വെച്ചാൽ ക്യാപിറ്റൽ, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്ന പാട്ലിപുത്ര. രണ്ടാമത് ഇറ്റ് ഈസ് ടക്സീല. ടക്സീല എവിടെയാണെന്ന് ഞാൻ പറഞ്ഞ ടാക്സിൽ പറഞ്ഞ് നോർത്ത് വെസ്റ്റിലായിട്ട് അല്ലേ, നോർത്ത് വെസ്റ്റിലായിട്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഓർത്ത് വെക്കുന്നുണ്ട് ഉജ്ജയിനി. ഉജ്ജയിനി എന്ന് പറഞ്ഞാൽ ഉജ്ജയിൻ തന്നെ, ഉജ്ജയിനി എവിടെയുടെ വെസ്റ്റിലായിട്ട്. ഇനി ടോസാലി. ടോസാലി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ കലിംഗയിൽ, കലിംഗ റീജിയനിലുള്ള ഈസ്റ്റ് ഭാഗത്തിലായിട്ടാണ് ടോക്സാലി വരുന്നത്. ഇനി അഞ്ചാമതാണ് ഗൈസ് സുവർണഗിരി. സുവർണഗിരി ഇത് സൗത്തിലായിട്ട്. ഓക്കെ, വിച്ച് മൗര്യൻ എംപയർ വാസ് കോൾഡ് അമിട്രോക്കേറ്റ്സ് ബൈ ദ ഗ്രീക്ക്? ബിന്ദുസാര 297 BC മുതൽ 273 BC വരെ. ഹിസ് മദർ ഇസ് ദുർധര. ഈസ് ഓൾസോ നോൺ as അമിത്രോക്കേറ്റ്സ് ബൈ ദ ഗ്രീക്ക്, മീനിങ് ഡിസ്ട്രോയർ ഓഫ് എനിമി. ഹി ആസ്ക്ഡ് ഫോർ സ്വീറ്റ് വൈൻ, അതാണ് ഹി ഈസ് ഓൾസോ നോൺ as അമിത്രോക്കേറ്റ്സ്, എന്നാണ് ഡിസ്ട്രോയർ ഓഫ് enemies. He asked for sweet wine, dry figs, and a philosopher from Amithrochus, one of Syria. He is known as a conqueror of land between conqueror of land between the two seas. ഏത് റിലീജിയൻ ആണ് പാട്രോണൈസ് ചെയ്ത? അജീവികാസ്. ബിക്കോസ് ഏത് ഗ്രീക്ക് കമ്പാസിറ്റർ ആണ് വിസിറ്റ് ചെയ്ത? ഡെയ്മാച്ചൂസ്. ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്ത് ഏത് ഗ്രീക്ക് അംബാസിഡർ ആണ് വിസിറ്റ് ചെയ്തത്? മെഗസ്തെനിസ്. ബിന്ദുസാരയുടെ സമയത്തോ? ദാറ്റ് ഈസ് ഡെയ്മാച്ചസ്. ഇനി ബിന്ദുസാരയുടെ മോൻ ആരാ? അശോകൻ. അശോകൻ എപ്പോൾ തൊട്ടാ ഭരിച്ചേ? രാജ്യം ഭരിച്ചത് 268 BC മുതൽ 232 BC വരെ. പാരാമിത്രോക്കേറ്റ്സ്, ദാറ്റ് ഈസ് ബിന്ദുസാര. വിസിറ്റ് ചെയ്ത ഗ്രീക്ക് അംബാസിഡർ ആരാ? ഡെയ്മാച്ചസ്. ചന്ദ്രഗുപ്ത സമയത്ത്, ചന്ദ്രഗുപ്ത മൗര്യയുടെ സമയത്ത് വിസിറ്റ് ചെയ്ത ഗ്രീക്ക് അംബാസിഡർ ആണ് മെഗസ്തെനിസ്. മെഗസ്തെനിസ് എഴുതിയ ബുക്കാണ് ഇൻഡിക. മെഗസ്തെനിസ് ആരെ കോട്ടിലുള്ളായിരുന്നു? സെലിക്കസ് നിക്കേറ്ററിനെ. There were several cities in the Mauryan Empire. Which one of the following cities were located on the southernmost side? No guys, ഗിർ പേര് കേട്ട് തന്നെ നമുക്കറിയാം. ഗിർ നാഷണൽ പാർക്ക് പഠിച്ചില്ലേ, ഗുജറാത്തില്. ഇനി രൂപ്നാഥ് എവിടെയുള്ള? ദിസ് ഇസ് ഇൻ രൂപ്നാഥ് ഉള്ള മധ്യപ്രദേശില്, ഗിർനാറുള്ള ഗുജറാത്തില്, ടോപ്ര ഉള്ള ഹരിയാന. ഓക്കെ, ഇനി ബ്രഹ്മഗിരി ഉള്ളതാണ് കർണാടകയിലാണ് ബ്രഹ്മഗിരി ഉള്ളത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? മോസ്റ്റ് ഓഫ് അശോകസ് ഇൻസ്ക്രിപ്ഷൻ വർ റിട്ടൺ ഇൻ ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഇതിനു മുമ്പ് ഈ ഇൻസ്ക്രിപ്ഷനിൽ എന്തായിരുന്നു അശോകൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു? അബൌട്ട് ഹിംസെൽഫ് ആസ് ദേവയാണി പ്രിയദാസി, എന്ന് വെച്ചാൽ ദേവവും കി പ്രിയ, എന്ന് വെച്ചാൽ ബിലോവഡ് ഓഫ് ഗോഡ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കാം. നോ ഗൈസ്, ടോട്ടൽ ലാംഗ്വേജ് മേജർ റോക്ക് എഡിറ്റഡ് ടോട്ടൽ ഉണ്ടായിരുന്നു 14 ഉണ്ടായിരുന്നു. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ലേ? ടോട്ടൽ ലാംഗ്വേജ് യൂസ് ചെയ്ത 3 ലാംഗ്വേജ് യൂസ് ഉണ്ടായിരുന്നു: പ്രാകൃത്, ഗ്രീക്ക്, അരാമിക്. സ്ക്രിപ്റ്റ് എത്ര? 4 ഞാൻ പറഞ്ഞു. ലാംഗ്വേജ് 3 ഏതൊക്കെ ലാംഗ്വേജ് ഉള്ള? പ്രാകൃത്, ഗ്രീക്ക്, അരാമിക്. ഇനി പ്രാകൃത് ലാംഗ്വേജ്, ഇനി സ്ക്രിപ്റ്റ് എത്രയായിരുന്നു? 4 സ്ക്രിപ്റ്റിലെ പറഞ്ഞുതരാം. നമുക്ക് പ്രാകൃത് ലാംഗ്വേജ് 2 സ്ക്രിപ്റ്റിലായിരുന്നു. ഒന്ന് ബ്രഹ്മി, അതായിരുന്നു ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, ബ്രഹ്മി സ്ക്രിപ്റ്റ്. വേറെയുള്ളതാണ് കരോഷ്കി സ്ക്രിപ്റ്റ്. ദാറ്റ് ഈസ് KHAROSTH, കരോഷ്ടി സ്ക്രിപ്റ്റ്. ഗ്രീക്ക് എന്തായിരുന്നു? ഗ്രീക്ക് സ്ക്രിപ്റ്റിൽ തന്നെ. അതേപോലെ അരാമിക് സ്ക്രിപ്റ്റിൽ തന്നെ. ഓക്കെ, ഓർത്ത് വയ്ക്കുക, 3 ലാംഗ്വേജുകൾ, 4 സ്ക്രിപ്റ്റ്. പ്രാകൃത ഏത്? 2 സ്ക്രിപ്റ്റിൽ, ഒന്ന് ബ്രഹ്മി, ഒന്ന് കരോഷ്ടി. ഇനി നോക്ക്, മിക്ക ഇൻസ്ക്രിപ്ഷനും പ്രാകൃത് ലാംഗ്വേജിലായിരുന്നു. അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു ബ്രഹ്മി സ്ക്രിപ്റ്റ്. ഇനി അഫ്ഗാനിസ്ഥാനിലുള്ള സ്ക്രിപ്റ്റ് ഗ്രീക്കിലും അറാമിക്കിലായിരുന്നു. ഇനി നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ളത് കരോഷ്ടി സ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞു പ്രാകൃത് 2 രീതിയിലുള്ള സ്ക്രിപ്റ്റ്, ഒന്ന് ബ്രഹ്മി, ഒന്ന് കരോഷ്ടി. നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ളതാണ് കരോഷ്ടി സ്ക്രിപ്റ്റ്. ഇൻ ഇൻസ്ക്രിപ്ഷൻ ഹി മെൻഷൻ ഹിംസെൽഫ് ആസ് ദേവനാമി പ്രിയദാസി.
ദേവോംക പ്രിയ എന്ന് വെച്ചാൽ ബിലോവേഡ് ഓഫ് ഗോഡ്. മോസ്റ്റ് ഓഫ് അശോകാസ് ഇൻസ്ക്രിപ്ഷൻ വർ റിട്ടൺ ഇൻ ബ്രഹ്മി സ്ക്രിപ്റ്റ്. ശരിയായ ആൻസർ ആണല്ലോ. മെനി ഓഫ് ചാണക്യാസ് ഐഡിയാസ് വർ റിട്ടൺ ഡൗൺ ഇൻ എ ബുക്ക് കോൾഡ് എസ് അർത്ഥശാസ്ത്ര. ശരിയാണല്ലോ, അതും ശരിയാ. ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി. വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഡിഡ് നോട്ട് ബിലോങ് ടു മൗര്യ ഡൈനാസ്റ്റി? ഫസ്റ്റ് ഓഫ് ഓൾ ചന്ദ്രഗുപ്ത മൗര്യ ഭരിച്ചത് 222 BC മുതൽ 298 BC വരെയാണ് ചന്ദ്രഗുപ്ത മൗര്യ ഭരിച്ചത്. ഇനി ബിന്ദുസാര ഭരിച്ചത് 297 BC ടു 273 BC. അതിൻ്റെ അശോകം ഭരിച്ചതോ ദാറ്റ് ഈസ് 268 BC ടു 232 BC. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ? ആൻസർ ബിംബിസാര. ഓക്കെ, ബിംബിസാര ബിലോങ് ടു വിച്ച് ഡൈനാസ്റ്റി ഗൈസ്? ഹാരിയൻക ഡൈനാസ്റ്റിയിലായിരുന്നു അല്ലേ? ഹാരിയൻക ഡൈനാസ്റ്റി ഏത് വർഷമായിരുന്നു? ദാറ്റ്സ് ബിംബിസാര ഭരിച്ചത് ഏത് വർഷമാണെന്ന് പറയാം? ബിംബിസാര ഭരിച്ചത് 544 BC ടു 492 BC. അതാണ് 544 BC ടു 492 BC. Ashoka minor edits are found in different parts of the India. Which of the following is not a fine spot of Ashoka minor rock edit in Karnataka? Answer is answer ആണ് രൂപ്നാഥ്. ഓക്കെ, ഇൻ കർണാടക. ഓക്കെ, അശോകൻ മൈനർ റോക്ക് എഡിറ്റ്സ് ഇൻ കർണാടക. ബ്രഹ്മഗിരി ഉള്ള കർണാടകയിൽ, ഗാബിമത്ത് ഉള്ള കർണാടകയിൽ, രൂപ്ഗർ എവിടെയുള്ള മധ്യപ്രദേശിൽ. ഓക്കെ, മസ്കി ഉള്ള കർണാടകയിൽ. Name the Sri Lankan Buddhist texts that provide details of Mauryan Empire. That is Deepavamsa. Deepavamsa എന്ന് പറയുമ്പോൾ that is a Sri Lankan Buddhist chronicle. Sri Lankan Buddhist chronicle. അപ്പോൾ ancient Buddhist chronicle of Sri Lanka എന്ന് വെച്ചാൽ ദീപവംശ. ഇനി ശ്രീലങ്കൻ ടെക്സ്റ്റ് ദാറ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ് അബൌട്ട് മൗര്യൻ എംപയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻസർ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ദീപവംശയും ഒന്ന് മഹാവംശയും. മഹാവംശ ദാറ്റ് ഈസ് മഹാവംശ. ഈ മഹാവംശ എന്ന് പറയുമ്പോൾ അത് ആൻഷ്യൻ ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് ക്രോണിക്കൽ തന്നെയാണ്. പക്ഷെ അത് ഏത് ലാംഗ്വേജിലായിരുന്നു വെച്ചാൽ പാലി ലാംഗ്വേജിലായിരുന്നു. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഓഫ് ശ്രീലങ്കയുടെ ചരിത്രം, ഇനി ബുദ്ധിസം എങ്ങനെ സ്പ്രെഡായി, മൗര്യൻ എംപയറിനെ പറ്റി, അറൈവൽ ഓഫ് മഹിന്ദ, അതിൻ്റെ ബുദ്ധിസ്റ്റ് കിങ്സിനെ പറ്റി. അപ്പം എന്തായിരുന്നു ദീപവംശം എന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് ക്രോണിക്കലായിരുന്നു. മഹാവംശം എന്ന് വെച്ചാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയേക്കുന്നത്. അത് ഏത് ഭാഷ എന്ന് വെച്ചാൽ പ്രാകൃതിലായിരുന്നു മഹാവംശ ഇത് പ്രാകൃത്. ഓക്കെ, who among the following used to head the provincial administration under the Mauryas? The answer is Kumara. Mauryan Empire was divided into provinces headed by Prince Kumara or member of a royal family. എന്തൊക്കെയായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്? സമഹർത്ത എന്ന് വെച്ചാൽ എന്താണ് ഗൈസ്? സമഹർത്ത എന്ന് വെച്ചാൽ കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. സമഹർത്ത ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സംഹരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? കളക്ടർ ജനറൽ ഓഫ് റവന്യൂ. ഇനി പ്രശസ്തി എന്ന് വെച്ചാൽ ഇൻസ്ക്രിപ്ഷൻ അർത്ഥം. അടുത്ത് ദണ്ഡപാല. നമ്പർ ദണ്ഡപാല. ഓക്കെ, ഹെഡ് ഓഫ് പോലീസ് റെസ്പോൺസിബിൾ ഫോർ ലോ ആൻഡ് ഓർഡർ. ദണ്ഡപാല ഹെഡ് ഓഫ് പോലീസ് നേതാവ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് നോട്ട് വൺ ഓഫ് ദ ബേസിക് attributes of Ashoka's Dhamma? സെക്യുലറിസം എന്ന് വെച്ചാൽ എന്താ? എല്ലാ മതത്തിനെയും ബഹുമാനിക്കണം. റെസ്പെക്ട് ഓൾ റിലീജിയൻ, അതൊരു ഭാഗമായിരുന്നു അശോകന്റെ ധാമയില്. ഇനി പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ, ഇതും അതെ അശോകന്റെ ധാമയിൽ ഇൻക്ലൂഡ് ആയിരുന്നു. എല്ലാ ആൾക്കാരും യുണൈറ്റ് ചെയ്യാനായിട്ട് അണ്ടർ കോമൺ മോറൽ വാല്യൂസ്. ഓക്കെ, ഇനി സെലിബസി, ബ്രഹ്മചാരിയാകാൻ അശോകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി അഹിംസ, നോൺ വയലൻസ് വേണമെന്ന് അശോകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡേ മാച്ചേഴ്സ് കുറച്ച് നമ്മൾ കണ്ടല്ലോ. ഹു വാസ് എ ഗ്രീക്ക് കമ്പാസിറ്റർ കെയിം ടു ഇന്ത്യ അണ്ടർ ദ റിസൈൻ ഓഫ് വിച്ച് ഓഫ് മൗര്യൻ കിങ്? ദാറ്റ് ഇസ് ബിന്ദുസാര. ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്ത് ആരാ വന്നേ? മെഗസ്തനീസ്. ഓക്കെ, ഹു among the following appointed day matchers as the ambassador of the court of Bindusara? Antiochus Vannata. Option A is the right answer. Which Mauryan ruler issued the maximum number of inscription? Option B, Ashokan is the right answer. The title Devanamapriya Priyadasi is associated with which of the following Mauryan ruler? Ashoka means beloved to God, Devapriya. Okay,
വിച്ച് ലാംഗ്വേജ് വർ മെയിൻലി യൂസ് ഇൻ അശോകാസ് ഇൻസ്ക്രിപ്ഷൻ? പ്രാകൃത്. 3 ലാംഗ്വേജ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെന്ന്? പ്രാകൃത് ഉണ്ടായിരുന്നു, രണ്ടാമത് ഗ്രീക്ക് ഉണ്ടായിരുന്നു, മൂന്നാമത് അരാമിക് ഉണ്ടായിരുന്നു. ഈ പ്രാകൃത്തിൽ തന്നെ ആയിട്ട് 2 സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ബ്രഹ്മി, ഒന്ന് കരോഷ്കി. ഗ്രീക്ക് എന്ന ഗ്രീക്ക് സ്ക്രിപ്റ്റ്, അരാമിക് സ്ക്രിപ്റ്റ്. ഓക്കെ. ദ ക്യാപിറ്റൽ ഓഫ് മൗര്യൻ എംപയർ വാസ് ഏതായിരുന്നു ഗൈസ്? പാടലിപുത്ര. വിച്ച് മൗര്യൻ എംപയർ എംപസിസ്റ്റ് ബുദ്ധിസം ആഫ്റ്റർ കലിംഗ വർ? അശോകൻ. ബിന്ദുസാര എന്തായിരുന്നു? അജീവിക. ചന്ദ്രഗുപ്ത മൗര്യ എന്തായിരുന്നു? ജൈനിസം. ഓക്കെ. ലാസ്റ്റ് റൂളർ ഓഫ് മൗര്യ ഡൈനാസ്റ്റി വാസ് ബൃഹദ്രഥ മൗര്യ. ഓക്കെ. The book Arthashastra is traditionally attributed to Kautilya. Who among the following is the founder of Maurya dynasty? Our Chandragupta Maurya. Mahabodhi temple was built entirely from bricks കൊണ്ടുണ്ടാക്കിയതാ. ഓക്കെ. ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ് കേട്ടാ. ഇത് എവിടെ ലൊക്കേറ്റ് എന്ന് വെച്ചാൽ ബോധ് ഗയയിൽ. ഓക്കെ. ബീഹാറിലുള്ള ബോധ് ഗയയിൽ. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. Megasthenes put light on the Mauryan city administration. ശരിയാണ്. The city council was divided to 6 committees. ശരിയാണ്. City administration was well planned. ശരിയാണ്. A 1 2 3. ഇനി 6 കമ്മിറ്റീസ് എന്തൊക്കെയാണ് ഗൈസ്? ഇൻഡസ്ട്രിയൽ ആർട്ട്, ഫോറിനേഴ്സ്, രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, 4ാമത്തെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, 5ാമത്തെ സൂപ്പർവിഷൻ ഓഫ് സെയിൽസ്, 6ാമത്തെ കളക്ഷൻ ഓഫ് ടാക്സസ്. ഞാൻ നേരത്തെ ഫസ്റ്റിന് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് എഡിറ്റ് ഓഫ് കിങ് അശോക ഡിസ്ക്രൈബ്സ് കലിംഗ വാർ? 13ാമത്തെ ഞാൻ ഓർത്ത് വയ്ക്കാൻ പറഞ്ഞില്ലേ? 13. ഓക്കെ. ഓപ്ഷൻ ബി. Chandragupta Maurya overthrew which of the following dynasty of ancient India to establish the Mauryan Empire? ആരെയാ ചന്ദ്രഗുപ്തൻ മൗര്യ തോപ്പിച്ചത്? ഹി ഡിഫീറ്റഡ് ദ ലാസ്റ്റ് റൂളർ ഓഫ് നന്ദ ഡൈനാസ്റ്റി. ആരെയായിരുന്നു? ധനനന്ദേനെയാണ് തോപ്പിച്ചത്. ആരുടെ സഹായത്തോടെ? കൗതല്യയുടെ സഹായത്തോടെ. അപ്പോൾ ഏത് ഡൈനാസ്റ്റിയാണ് തോപ്പിച്ചത്? നന്ദ ഡൈനാസ്റ്റിയുടെ. ലാസ്റ്റ് റൂളർ ഏത് നന്ദ ഡൈനാസ്റ്റിയുടെ? ദാറ്റ് ഈസ് ധനനന്ദ. ഓക്കെ. വിത്ത് റെഫറൻസ് ടു ദ പ്രൊവിൻസസ് അണ്ടർ മൗര്യൻ ഡൈനാസ്റ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്? പ്രജാപത, ഈസ്റ്റ് ടോക്ഷിലി. ഇറ്റ് ഈസ് റൈറ്റ്. ഓക്കെ. അവന്തിരഥ, ടാക്സിലി അല്ല. ദിസ് ഇസ് ഉജ്ജയിൻ. ഓക്കെ. ആൻഡ് ഉത്തരപദ, ദാറ്റ് ഈസ് ദിസ് ദക്ഷിണപദയാ. ഉത്തരപദയല്ല, ദക്ഷിണപദ. ഓക്കെ. ഇനി ദക്ഷിണപദയിൽ ഉജ്ജയിൻ അല്ല. ദിസ് ഈസ് സ്വർണഗിരി. ഈ സ്വർണഗിരി തന്നെയാണ് ഇവിടെ. ഓക്കെ. പൽക്കി ഗുണ്ടു, പേരാണ് ഗുണ്ടു, കർണാടകയിൽ. ഓക്കെ. മൈനർ റോക്ക് എഡിറ്റ്സ് ഓഫ് അശോകാരൻ, കർണാടക. ഈ ഇൻസ്ക്രിപ്ഷനിൽ പ്രാകൃത് ലാംഗ്വേജിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. പ്രാകൃത് ലാംഗ്വേജിലും ബ്രഹ്മി സ്ക്രിപ്റ്റിലും. ഹൗ മെനി പില്ലർ എഡിറ്റ് ഓർ മേജർ പില്ലർ എഡിറ്റ്സ് ഓഫ് അശോകൻ ആർ ഫൗണ്ട്? 7 പില്ലർ എഡിറ്റ്സ് ആർ ഫൗണ്ട്. 7 പില്ലർ എഡിറ്റ് എവിടെയൊക്കെയായിരുന്നു? മീററ്റ്, ടോപ്ര, അലഹബാദ്, ലൗര്യ, നന്ദൻഗർ, ലൗര്യ, അറാരാജ്, രാംപൂർവ, okay, and Mehroli. Who among the following deciphered the Brahmi script of Mauryan period? It is very important. Okay. ആൻസർ എന്താണ്? ജെയിംസ് പ്രിൻസപ്പ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ജെയിംസ് പ്രിൻസപ്പ് ആണ് ഡിസിപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെലിക്കസ് നിക്കേറ്റർ വാസ് കണ്ടംപററി ഓഫ് കാലശോകൻ, അശോകൻ, കനീഷ്കൻ, ചാണക്യ. റൈറ്റ് ആൻസർ. വിച്ച് ഈവന്റ് ബ്രോട്ട് അബൌട്ട് പ്രൊഫൗണ്ട് ചേഞ്ചസ് ഇൻ അശോകാസ് അഡ്മിനിസ്ട്രേഷൻ പോളിസീസ്? കലിംഗ യുദ്ധമല്ലേ? കലിംഗ യുദ്ധത്തിന് ശേഷമാണ് അശോകൻ മാറിയത്. Ashoka appointed Dhamma Mahamatha to solve social problems in his region. Who among the following published a set of Ashokan's inscription 1857? Father of archaeology in India, guys. Father of Indian archaeology, Alexander Cunningham. Option C is the right answer. He only published a set of Ashoka inscription in 1877. The Ashoka sent his son Mahendra and daughter Sangamitra to spread the message of Dhamma to which of the following country? ഏത് രാജ്യത്തേക്കായിരുന്നു അശോകൻ സ്വന്തം മകനെയും മകളെയും അയച്ചത്? ശ്രീലങ്കയിലേക്ക്. ഓപ്ഷൻ ബി is the right answer. Emperor Ashoka conquered Kalinga after how many years of his coronation? 8 വർഷത്തിന് ശേഷം. Okay guys. The name Priyadasi is associated with whom among the following Mauryan kings? എത്ര വട്ടാണ് അശോകൻ? Ashoka sent a mission to spread his principle of Dhamma led by his son Mahendra and daughter Sangamitra to Ceylon. ശ്രീലങ്കയുടെ പഴയ പേരാണ് സീലിയോൺ. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ. ഹു among the following was a last ruler and was killed by his commander in chief? Brihadrata was the last Mauryan ruler assassinated in 185 BC by his commander in chief, that is Pushyamitra Sunga. Pushyamitra Sunga ഏത് ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്തേ? ശുംഗ ഡൈനാസ്റ്റി. നമ്മൾ 53 ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എസ് എസ് സിയിൽ വെച്ചത് കവർ ചെയ്ത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ ഫസ്റ്റ് സബ് കോണ്ടിനെന്റൽ എംപയർ? ഫുൾ സബ് കോണ്ടിനെ ഭരിച്ചത് ആദ്യ എംപയർ ആണ് മൗര്യൻ എംപയർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് മൗര്യൻ എംപയർ? നമ്മുടെ സ്വന്തം ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയുടെ മകനായിരുന്നു ബിന്ദുസാര. ബിന്ദുസാരയുടെ മകനായിരുന്നു അശോകൻ. ചന്ദ്രഗുപ്ത മൗര്യ ഭരിച്ചത് ദാറ്റ് ഈസ് 322 BC മുതൽ ദാറ്റ് ഈസ് 298 BC വരെയാണ് ഭരിച്ചത്. ഇനി ബിന്ദുസാര ഭരിച്ചത് 297 BC ടു 273 BC വരെയാണ് ബിന്ദുസാര ഭരിച്ചത്. അശോകൻ ഭരിച്ചത് 268 BC. ഒരുപാട് ബുക്കിൽ 269 കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. 268 BC to 232 BC. Okay. Chandragupta Maurya's capital was Patliputra. Which ruler succeeded Chandragupta Maurya? അയാളുടെ മകനായ ബിന്ദുസാര. ബിന്ദുസാര കഴിഞ്ഞിട്ട് ആരാവുന്ന? അശോകൻ. The Mauryan pillar capital found at എവിടെയാണ്? സാരനാഥ്. Found at Sarnath is a popular known as lion capital. ഇനി എപ്പോഴാണ് നമ്മുടെ നാഷണൽ emblem select? That is 26 January 1950. Okay. Who among the following was the first Mauryan ruler who tried to spread his message to the people through inscription? Ashokan. Who was the first empire in ancient India to use elephant in the war on a large scale? It was Magadha. Which of the following was a Ceylonese chronicle that acted as an important literary source of Mauryan Empire? രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? മഹാവംശ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ദീപവംശ. ഓക്കെ, മഹാവംശ ഇതുണ്ടായിരുന്ന ഇത് ലാംഗ്വേജ് പ്രാകൃത് ലാംഗ്വേജിലായിരുന്നു കേട്ടോ. പ്രാകൃത് ലാംഗ്വേജിലാണ് ഉണ്ടായിരുന്നത്. ഏർലിയസ്റ്റ് ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് കൗൺസിൽ ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദീപവംശ. ഓക്കെ, പ്രാകൃത് ലാംഗ്വേജിൽ വെച്ചാൽ മഹാവംശം. ഓക്കെ, മെഗസ്തനീസ് വാസ് സെൻഡ് ആസ് എൻ അംബാസിഡർ who was sent to the court of which Indian ruler? By the Greek ruler Seleucus Nicator. Chandragupta Maurya. ബിന്ദുസാരയുടെ സമയത്ത് ആരാ വന്നേ? ഒന്ന് ഡെയ്മാച്ചസ്. ഓക്കെ, ഇനി ഡെയ്മാച്ചസിനെ ആരാ അയച്ചേ? ദാറ്റ് ഈസ് ആന്റിയോച്ചസ്. ഇതിനൊക്കെ പ്രൊനൗൺസിയേഷൻ വേറെ പലതൊക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങൾ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അപ്പോൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. എന്താണ് ആന്റിയോച്ചസ്. ഓക്കെ, ഈ ആന്റിയോച്ചസ് വണ്ണിനോടാണ് ബിന്ദുസാര എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? സ്വീറ്റ് വൈൻ, ഡ്രൈ ഫിഗ് ആൻഡ് ഫിലോസഫർ. ആന്റിയോച്ചസ് വൺ എവിടുന്ന? സീറിയ. The author of Arthashastra was a contemporary of which of the following rulers? Chandragupta Maurya. അർത്ഥശാസ്ത്ര ഇതായിരുന്നു നമ്മുടെ ചാണക്യൻ, നമ്മുടെ കൗത്തില്യ, നമ്മുടെ വിഷ്ണുഗുപ്ത. When did Bindusara ascend the Maurya throne? That is 297 BC. That is option A. Who among the following Mauryan kings turned to Buddhism and tenets of non-violence after Kalinga War? Ashokan. Which among the following Mauryan king fastened to death and died at Shravanabelgola? That is Chandragupta Maurya. ആരുടെ ഒപ്പമായിരുന്നു പോയിണ്ടായിരുന്നത്? ഭദ്രബാഹുവിന്റെ കൂടെ അല്ലേ? എവിടേക്കായിരുന്നു പോയിണ്ടായിരുന്നത്? ശ്രാവണബെൽഗോള. എവിടെയാണുള്ളത്? കർണാടകയിൽ. അവിടെ എന്താ പെർഫോം ചെയ്തത്? ശാലേഖാന എന്ന് വെച്ചാൽ ഫാസ്റ്റിംഗ് ടിൽ ഡെത്ത്. ഓക്കെ, the foundation of Sanchi Stupa was led by which of the following kings? Ashokan. Okay, Ashokan. Now, what was the duty of an officer called as Samharata? Samharikuga. Samharikuga is a reserve of the state treasury. Who sent the Greek ambassador Megasthenes to the court of Chandragupta Maurya? Seleucus Nicator. During the Mauryan society, the Megasthenes divided Indian society into 7 distinct groups. In which distinct group were the king's counselors? Please, lastly, ഫസ്റ്റ് എന്തായിരുന്നു? ഫിലോസഫർ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എന്തായിരുന്നു? കൃഷി എന്ന ഫാമേഴ്സ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ എന്തായിരുന്നു? ഷെപ്പേർഡ്സ് ഉണ്ടായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായിരുന്നു? ട്രേഡേഴ്സ് ഉണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ എന്തായിരുന്നേ? അതുകൊണ്ട് വാരിയേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് സ്പൈകൾ ഉണ്ടായിരുന്നു. ആറാമത്തെ. ഏഴാമത്തെ കൗൺസിലേഴ്സ്. ഇതായിരുന്നു കൗൺസിലേഴ്സ്. ഏഴാമത്തെ കൗൺസിലേഴ്സ്. ഇവിടെ ഓഫീസേഴ്സിന് പകരേ സ്പൈ എന്ന് എഴുതിയാൽ മതി കേട്ടോ. സ്പൈ എന്ന് എഴുതിക്കാം.
അതാണ് നല്ലത്. ഓക്കെ, 7ാമത്തെ കൗൺസിലേഴ്സ്. During the Mauryan society, Megasthenes divided Indian society into 7 distinct groups, in which of the following kings council 7th one? ഓക്കെ, അതെന്തായിരുന്നു? ആദ്യം ഫിലോസഫേഴ്സ്, രണ്ടാമത്തത് ഫാമേഴ്സ്, മൂന്നാമത്തെ എന്തായിരുന്നു? ഹണ്ടേഴ്സ് ആൻഡ് ഷെപ്പേർഡ്സ്, നാലാമത്തെ എന്തായിരുന്നു? ട്രേഡേഴ്സ്, അഞ്ചാമത്തെ വാരിയേഴ്സ്, ആറാമത്തെ എന്താണ്? സ്പൈ, ഏഴാമത്താണ് കൗൺസിലേഴ്സ്. Who among the following defeated by Mauryan Empire Emperor Chandragupta Maurya? Seleucus Nicator. Chandragupta Maurya overthrew the Nanda dynasty of Magadha with the help of Chanakyana സഹായത്തോടെ വിഷ്ണുഗുപ്തൻ. How many classes of Indian society are mentioned in the Megasthenes book Indica? 7. According to Kautilya's Arthashastra, the commander officer of the cavalry എന്ന് വെച്ചാൽ എന്താ ഗൈസ്? ഞാൻ പറഞ്ഞു കണക്ട് ചെയ്യാൻ, ഹോസ് വെച്ച് കുതിര വെച്ച് കണക്ട് ചെയ്യും. കുതിര എന്താണ്? അശ്വ. അതാണ് ആൻസർ, ഓപ്ഷൻ സി. Who among the following wrote a book called as Indica, based on his travel experience to India? Megasthenes. Okay. Which of the following lays down minute details of administration and military organization during the Mauryan Empire? എന്താണ് ഗൈസ്? അർത്ഥശാസ്ത്ര. ഓക്കെ. നാഗാർജുനി കേവ്സ്, ഞാൻ എവിടെയെന്ന് പറഞ്ഞേ, were donated to which of the following sets of by Mauryans? അജീവികാസ്. ഇതെവിടെയുള്ള? ബരാബർ ഹിൽസ്, ബീഹാർ. ഓക്കെ, ലാസ്റ്റ് മൗര്യൻ എംപയറിന്റെ പേരെന്താ? ലാസ്റ്റ് റൂളറിന്റെ പേരെന്താണ് ഗൈസ്? പറ പറ പറ. ബൃഹദ്രഥ. ലാസ്റ്റ് റൂളർ പേര് ബൃഹദ്രഥ. ഓക്കെ, മൗര്യ. And was killed by whom? Was killed by Pushyamitra Shunga. അടുത്ത ക്വസ്റ്റൻ എന്താ? According to Ashoka inscription, which of the following was not a provincial center in the Magadha Empire? ടോക്സാലി ഉണ്ടായിരുന്നു, ഉജ്ജയിൻ ഉണ്ടായിരുന്നു, ടാക്സിൽ ഉണ്ടായിരുന്നു, ഇന്ദ്രപ്രസ്ഥ ഉണ്ടായിരുന്നില്ല. ടോക്സാലി ഉണ്ടായിരുന്നത് ഈസ്റ്റ് പാർട്ടിലായിട്ടായിരുന്നു. ഉജ്ജയിൻ ഉണ്ടായിരുന്നത് വെസ്റ്റ് പാർട്ടിലായിട്ടായിരുന്നു. ഉജ്ജയിൻ. അവന്തിരഥ. ഉജ്ജയിൻ എവിടെയാണ്? അവന്തിരഥ. അവന്തിരഥ. ഓക്കെ, അവന്തിരഥ. ഓക്കെ, RATH. ടോക്സാലി ഉണ്ടായിരുന്നത് ഈസ്റ്റിലായിട്ട്. ഓക്കെ, ഇനി ടാക്സിൽ ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു? നോർത്തിലായിട്ട്. ഓക്കെ, ഉത്തരപാത. ടാക്സില ഉത്തരപാത. ഓക്കെ. As per the contents mentioned in Ashoka's inscription, how many major political centers were there in the Mauryan? Answer and the 5. Which Mauryan ruler was called Amithrokades by the Greek Bindusara? Okay, there were several cities in the Mauryan Empire. Which one of the following was located in the southernmost side? Brahmagiri. Okay, which of the following statement is correct? Most of Ashoka's inscription were written in ബ്രഹ്മി സ്ക്രിപ്റ്റ്. അതെ, ശരിയാണ്. നമുക്ക് അശോകയുടെ ഇതിൽ 3 ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഒന്ന് പ്രാകൃത്, രണ്ടാമത്തെ ഗ്രീക്ക്, മൂന്നാമത്തെ അറാമിക്. ഈ പ്രാകൃത് ലാംഗ്വേജ് 2 സ്ക്രിപ്റ്റിലായിട്ടായിരുന്നു. ഒന്ന് കരോഷ്ടി, ഗ്രീക്ക് ഉണ്ടായിരുന്ന ഗ്രീക്ക് സ്ക്രിപ്റ്റിൽ തന്നെ, അറാമിക് ഉണ്ടായിരുന്ന അറാമിക് സ്ക്രിപ്റ്റിൽ തന്നെ. മെനി ഓഫ് ദ ചാണക്യസ് ഐഡിയാസ് were written down in the book called അർത്ഥശാസ്ത്ര. ശരി തന്നെ, ബോത്ത് 1 and 2. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളർ ഡിഡ് നോട്ട് ബിലോങ് ടു മൗര്യൻ ഡൈനാസ്റ്റി? ബിന്ദുസാര ഉണ്ടായിരുന്നു, അശോകൻ ഉണ്ടായിരുന്നു, ചന്ദ്രഗുപ്ത മൗര്യ ഉണ്ടായിരുന്നു, ബിംബിസാര ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാറ്റ് ഇസ് ആൻസർ. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യ ഭരിച്ചത് 322 BC മുതൽ 298 BC വരെ. ഇനി അശോകൻ ഭരിച്ചത്, ബിന്ദുസാര ഭരിച്ചത് 297 BC to 273 BC വരെ. ഓക്കെ, അതിനകത്ത് അശോകൻ ഭരിച്ചത് ദാറ്റ് വാസ് ഫ്രം 268 BC to 232 BC. ഓക്കെ, ലാസ്റ്റ് റൂളർ ആരായിരുന്നു? ലാസ്റ്റ് റൂളറിന്റെ പേരാണ് ബൃഹദ്രഥ. വാസ് കിൽഡ് ബൈ പുഷ്യാമിത്ര ശുംഗ. നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ഫൈൻഡ് അശോകൻ മൈനർ ഇറ്റ്സ് നോട്ട് ഫൗണ്ട് ഇൻ കർണാടക? ആൻസർ രൂപ്നാഥ് ആണ്. രൂപ്നാഥ് കണ്ടുവരുന്നത് എവിടെ? മധ്യപ്രദേശിലാണ്. ഓക്കെ. നെയിം ദ ശ്രീലങ്കൻ ബുദ്ധിസ്റ്റസ് ദാറ്റ് പ്രൊവൈഡ് ഡീറ്റെയിൽസ് ഓഫ് മൗര്യ എംപയർ. ഓക്കെ, ആൻസർ ഇസ് ദീപവംശ. 2 ശ്രീലങ്കൻ ടെസ്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് ദീപവംശ. ദിസ് ഇസ് ദ ഏർലിയസ്റ്റ് ശ്രീലങ്കൻ ബുദ്ധിസ്റ്റ് ക്രോണിക്കൽ. ഓക്കെ, അതിന് പ്രാകൃത് ലാംഗ്വേജ് ഉണ്ടായിരുന്നത് എന്തായിരുന്നു? അതിന്റെ പേര് പറ. മഹാവംശ. ഇതുണ്ടായിരുന്ന പ്രാകൃത് ലാംഗ്വേജിലാണ്. Who among the following generally used to head the provincial administration under the Mauryas? Kumara. Which of the following was not one of the basic attributes of Ashoka's Dhamma? Celibacy. ബ്രഹ്മചാര്യ ഒരിക്കലും ആയിരുന്നില്ല. Okay, Damages was a Greek ambassador, came to India during the regime of which Mauryan king? ബിന്ദുസാര. അശോകന്റെ സമയത്ത് ആരായിരുന്നു വന്നേ? നമുക്കറിയില്ല. ചന്ദ്രഗുപ്ത മൗര്യന്റെ സമയത്ത് വന്ന ആളെ പറ്റി അറിയാം. ദാറ്റ് ഈസ് Megasthenes. The Mahabodhi temple was built from bricks. ബോധ്ഗയ ലെറ്റർ. അത് മഹാബോധി ടെമ്പിൾ എവിടെ ഗൈസ്? ബോധ്ഗയ, ബീഹാർ. Megasthenes put light on the
മൗര്യൻ സിറ്റി അഡ്മിനിസ്ട്രേഷൻ ശരിയാ. ദ സിറ്റി വാസ് ഡിവൈഡ് ടു 6 കമ്മിറ്റി, അതും ശരിയാ. ഓക്കെ, ദ സിറ്റി അഡ്മിനിസ്ട്രേഷൻ വാസ് വെൽ പ്ലാൻ, അതും ശരിയാ. 1, 2 and 3 is right. ഇനി കലിംഗ യുദ്ധം ഏത് പില്ലറിലായിരുന്നു ഗൈസ്? ഏത് റോക്കറ്റ് ഹിറ്റ്സിലായിരുന്നു? പില്ലറ എന്തൊക്കെ നീ പറയണ? റോക്കറ്റ് ഹിറ്റ്സിലായിരുന്നു അത്, മറക്കരുത്. 13ാമത്തെ റോക്കറ്റ് ഹിറ്റ്സിലെ. Chandragupta Maurya overthrew which of the following dynasties of ancient India to establish the Mauryan Empire, Nanda dynasty? ധനനന്ദനെ തോപ്പിച്ചാണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? ഏതിന് കറക്റ്റാണ്? ഈസ്റ്റിലാണ് ടോക്സില. തക്ഷശില ഉള്ളത്, ടാക്സില ഉള്ളത് നോർത്തിലായിട്ടാ, അത് ഉത്തര പാത. ഇനി ദക്ഷിണ പാത എന്ന് പറഞ്ഞ സുർണഗിരിയാണ്. പൽക്കി ഗുണ്ടു പേര് കേട്ടാൽ അറിയാം, കർണാടക. Now, how many pillar edits or major pillar edits? 7, 7 ഉണ്ടായിരുന്നുണ്ടോ? Who among the following deciphered the Brahmi script of Mauryan Empire? That is James Prinsep. JP എന്ന് പറഞ്ഞത് JP. Seleucus Nicator was contemporary of Chanakya. കനിഷ്കനല്ല, അശോകനല്ല, കാലശോകനല്ല. Which event brought about a profound changes in Ashoka's administration policy? Kalinga Yuddham. Ashoka appointed to solve the social problem in his relation, that is Dhamma Mahamata. Okay, M. Who among the following published a set of Ashoka's inscription in 1877? Indiയുടെ archaeology പിതാവ്, father of Indian archaeology, Alexander Hamilton. Ashoka sent his son and daughter to spread the message of Dhamma to which of the following countries? Sri Lanka. Ashoka conquered Kalinga after how many years of coronation? 8 years. The name Priyadasi, that is beloved to God, is associated with of the following Mauryan kings, that is Ashoka. Ashoka sent his mission to spread his principle of Dhamma, led by his son and his daughter to Ceylon, that is Sri Lanka. Okay, who among the following was the last Mauryan ruler and was killed by his commander in chief, that is Brihadatta? Okay, thank you guys, thank you.